ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തില് നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഞാനൊന്ന് 2 പ്രാവശ്യമാണോ അതിലധികമാണോ എന്ന് ഓർക്കുന്നില്ല, നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാനായിട്ട് ദൈവമായ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടാണ് വന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കിവിടെ സമയം 3:30 ആയി, ഇപ്പം 3:30. ഈ പ്രഭാതത്തില് വെളുപ്പിനെ 3:30 മണിയാണ്. നിങ്ങളുടെ ടൈം 3:30, 2, 5:30 അല്ലെ 6? എൻ്റെ ഇപ്പോൾ 6 മണിയാണ്. ഒപ്പമായിരിക്കാനായിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കി. ഇവിടെ ഈ ഇന്നത്തെ ഫ്രൈഡേ ഈ വർഷിപ്പിൻ്റെ ഡേ ആണ്. ഇവിടെ വർഷിപ്പ് മജ്ലിസിലായതുകൊണ്ട് വെള്ളിയാഴ്ചയാണല്ലോ. അതുകൊണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ മോർണിംഗ് ആണെങ്കിൽ ഈവനിങ് വർഷിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ തന്നെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവാസപ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ബീനാൻഡിക്കായി സ്തോത്രം. മറ്റെല്ലാവർക്കുമായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന ഒരു സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഒരു ദൈവവചന ചിന്തയിലേക്ക് അടക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കും. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഈ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംശത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അടുത്ത വാക്യം 15-16. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ മതി. അത് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതിന് മേളിൽ എഴുതിയിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമുക്ക് വാക്യം സുപരിചിതമായ എഫെസ്യ ലേഖനത്തിലുള്ള വാക്യങ്ങളാണ്. വാക്യങ്ങൾ സുപരിചിതമാണ്. ഞാൻ ഓർക്കുന്ന ഒരാഴ്ച ഒരു നാട്ടിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് വെക്കേഷനോടുള്ള ബന്ധത്തിൽ നാട്ടിൽ കഴിഞ്ഞ മാസമായിരുന്നപ്പോൾ എഫെസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എഫെസ്യ ലേഖനം പഠിച്ചു കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. അതെനിക്കറിയാവുന്ന ഒരാഴ്ച പെട്ടെന്നൊരു സംസാരിക്കേണ്ട ആൾക്ക് നെറ്റിൻ്റെ റോളോ അതോ എന്തോ ഒരു കാര്യത്തിൽ വന്നപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തായിരുന്നു. എഫെസ്യ ലേഖനം നമ്മൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു തുടക്കം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എഫെസ്യ ലേഖനം പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഇത് എഫെസോസ് സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതാണ്. അതിനപ്പുറം അർത്തമീസ് ദേവി, ഡയാന എന്ന് ഗ്രീസിലും അർത്തമീസ് എന്ന് പറയുന്ന ദേവി, അവരുടെ ക്ഷേത്രം ഈ എഫെസോസിലുണ്ടായിരുന്നു. 3.5 വർഷം തുടർച്ചയായിട്ട് പൗലോസ് പഠിപ്പിച്ച് ഉണ്ടായി വന്ന സഭയാണ് എഫെസോസ് സഭ. ആദ്യത്തെ 3 അധ്യായങ്ങള് അത് ദൈവ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഡോക്ട്രിൻസ്, ഉപദേശങ്ങളാണ് ആദ്യത്തെ 3 അധ്യായങ്ങൾ. 4, 5, 6 അധ്യായങ്ങൾ നമ്മൾ പറയുന്ന പോലെ പ്രാക്ടിക്കൽ ലേഖനങ്ങളാണ്.
പറഞ്ഞാൽ ആ സഭ എങ്ങനെ ആയിരിക്കണം, യജമാനൻ എങ്ങനെ ആയിരിക്കണം, വ്യക്തി എങ്ങനെ ആയിരിക്കണം, കുടുംബം എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, ഭാര്യ എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, അപ്പനമ്മമാർ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ പറയുന്നതാണ് 4, 5, 6. അതിനകത്ത് 5-ാമത്തെ അധ്യായത്തിനകത്ത് വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനകത്താണ് ഈ ഉറങ്ങുന്നവനെ ഉണർന്നെഴുന്നേറ്റോണം. ഉറങ്ങുന്നവൻ എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന ആ കണ്ടീഷനിൽ ഇരിക്കുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ചാവാറായിരിക്കുന്നതിനെ ഒന്ന് ഉണർത്തിക്കോണം, ഉണർന്ന് എഴുന്നേറ്റിരിപ്പീൻ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അത് കഴിഞ്ഞ് പറയുന്ന വാക്കാണ്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവീൻ. ദുഷ്കാലമാണ്. അത് 2 വാക്കുകൾ പറയുന്നുണ്ട്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്. ബുദ്ധിഹീനരാകരുത്, ബുദ്ധിയുള്ളവരായിരിക്കണം. ഈ ബുദ്ധിയുള്ളവരെന്ന് പറയുമ്പം അതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. ബുദ്ധിയുള്ളവർ എങ്ങനെ ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ 2 പേരെ, ദൈവം ഇല്ല എന്ന് മൂഢൻ എന്റെ ഹൃദയത്തിൽ പറയുന്നു. 14-ാം സങ്കീർത്തനം 53-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തില്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മളിതിനകത്തിരിക്കുന്ന ആരും ബുദ്ധി ഉള്ളവരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പം ലോകം സമ്മതിച്ചെന്ന് വരത്തില്ല, നമ്മൾ തന്നെ സമ്മതിക്കത്തില്ല അല്ലെ. ബുദ്ധിയുള്ളവരാന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ളവർ നമ്മൾ കാണുന്നത് 50-ൽ 50 മാർക്ക് മേടിക്കുന്നവര്, 100 മാർക്ക് മേടിക്കുന്നവര്, പിന്നെ മറ്റേ PSCക്ക് 1-ാം റാങ്ക് വരുന്നവര്, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഒരു 500 റാങ്കിനകത്ത് വന്നാൽ MBBS അഡ്മിഷൻ കിട്ടും. അവരൊക്കെയാണ് നമ്മൾ പറയുന്നത് ബുദ്ധിയുള്ളവര്. അല്ലാതുള്ളവരെ ബുദ്ധിയുള്ളവരെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേ സ്വർഗം അതല്ല പറയുന്നത്. സ്വർഗം ബുദ്ധിയുള്ളവരെ അത് തരം തിരിച്ച് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ബുദ്ധിയല്ല. നമ്മൾ പിന്നെ ലോകത്തിന്റെ ബുദ്ധിയെക്കുറിച്ച് പറയുമ്പം ഇന്നത്തെ വരെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ഭയങ്കര ബുദ്ധിമാനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ്റെ 5% ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ അറിയുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ശാസ്ത്രജ്ഞനാണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് മരിച്ചുപോയി. അദ്ദേഹം ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് മരിച്ചനാണ്. അദ്ദേഹമാണ് ഈ ഇന്നത്തെ ഡെവലപ്മെന്റ്സിനെല്ലാം തുടക്കമിട്ടിരിക്കുന്ന ആൾ അദ്ദേഹമാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ബുദ്ധിയുള്ളതെന്ന് ലോകം പറയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യരെന്ന് ലോകം പറയുന്നത് ഇവരൊക്കെയാണ്. ഇനി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പറയുക, നമ്മൾ ഇത്ര 100-ൽ 10 മാർക്ക് മേടിച്ച് നമ്മളെ എങ്ങനെ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 100-ൽ 20 മാർക്കും 40 മാർക്കും മേടിച്ച് കഷ്ടിച്ച് പാസ്സായി നമ്മളെ എങ്ങനെ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒന്ന് ചിന്തിച്ചോണം കേട്ടോ, ഒന്ന് ചിന്തിച്ചോണം. ആദ്യമേ പറയാം, ബുദ്ധി എന്ന് പറയുന്നത് ഇതിനകത്ത് കാണുന്ന നമ്മുടെ വെളുപ്പിനെ സമയം 6 മണി സമയം. ഇതിനു മുമ്പ് അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എത്ര സമയം എടുത്തു എന്ന് എനിക്കറിയില്ല. അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ജോയിൻ ചെയ്യുമ്പോഴൊക്കെ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബുദ്ധിയുള്ളവരെന്ന് സ്വർഗം പറയുന്ന ആരെയാണെന്നറിയാമോ? ബുദ്ധി ഒരു വാക്ക് അതിനകത്ത് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. ലിസ്റ്റിനകത്തോട്ടൊന്ന് കയറിക്കോണം കേട്ടോ, ലിസ്റ്റിനകത്തോട്ട് കയറിക്കോണം. നിങ്ങള് ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ. ദൈവത്തെ അന്വേഷിക്കാനാണോ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്? സ്വർഗം ഒരു പേരെഴുതി വെക്കും. ജിൻസി ഷാമുവേൽ, she is in the morning, she is inquiring, she is in the presence of God, and she is the voice girl in the earth. ഈ 700 കോടിക്കകത്ത് ദൈവം മാർക്ക് ചെയ്ത് എഴുതും. ഇതിനകത്തിരിക്കുന്ന 25 പേരെ, ഇതിനകത്തിരിക്കുന്ന 30 പേരെ, ഇതിനകത്തിരിക്കുന്ന 40 പേരെ, എത്ര പേരാണോ അവരെ സ്വർഗം എഴുതും. ഇവരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോണ്ടല്ലോ ജിൻസിസ്റ്ററെ, ലോകം വിധി എഴുതുന്നത് എന്തുമായിക്കോട്ടെ, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഭാവി തീരുമാനിക്കുന്നത് സ്വർഗമാണെന്ന് മറക്കണ്ട കേട്ടോ, സ്വർഗമാണെന്ന് മറക്കണ്ട. ലോകം വിധി എഴുതും, ലോകം പലതും പറയും, കണ്ടു നിൽക്കുന്നവരെ പലരും പറയും. പക്ഷേ നീ ഒരു വസ്തുത മനസ്സിലാക്കിക്കോണം, നിന്റെ ഭാവി, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വിധി എഴുതുന്നത് ഈ ലോകമല്ല, ബന്ധുക്കളും ചാർച്ചക്കാരുമല്ല, കൊച്ചായന്മാരും അച്ചായന്മാരും കൊച്ചമ്മമാരുമല്ല, സ്വർഗമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവപൈതലേ, നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ദൈവമാണ്. ഭാവി തീരുമാനിക്കുന്ന ദൈവമാണ് തീരുമാനിക്കുന്നത്, ലോകമല്ല തീരുമാനിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചൊരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന ദൈവമാണ്. നമ്മളെ ലിസ്റ്റിനകത്തോട്ട് പെടുത്തും.
ലിസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയോ? കർത്താദാസി ബീല ഉല്ലാസ്, നിങ്ങളുടെ പേര് സ്വർഗം എഴുതിയിരിക്കുന്ന ബുദ്ധിമാൻ എന്നാ. ബുദ്ധിയുള്ള ആ പെൺകുട്ടി എന്നായിരുന്നു, ബുദ്ധിയുള്ള പെൺകുട്ടി എന്നായിരുന്നു, ബുദ്ധിയുള്ള പെൺകുട്ടി എന്നായിരിക്കുന്നത്. കാര്യം സ്വർഗം അങ്ങനെ എഴുതുന്നത്. ഗ്ലോറി ടു ഗോഡ്. സ്വർഗം അങ്ങനെ എഴുതുന്നത്. അപ്പൊ ഈ ബുദ്ധി ജ്ഞാനികൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ. അങ്ങനെ ആയിരിക്കണം. ബുദ്ധി ഇല്ലാത്തവരെ, ബുദ്ധിഹീനത ഇല്ലാത്തവരെ ബുദ്ധിയുള്ളവരായിട്ടത്രേ. ഇതാ പറയുന്നത്. ജ്ഞാനികളാണ്, ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ബുദ്ധിയുള്ളവരായിട്ടാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. ഈ ദുഷ്കാലം എന്ന് പറയുന്ന കാലമുണ്ട്, ദുഷ്കാലം എന്ന് പറയുന്ന കാലം, ദുഷ്കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഇത് ദുഷ്കാലമാകിയാൽ സമയം. ഇപ്പൊ ദുഷ്കാലം എന്ന് പറഞ്ഞാൽ, ദുഷ്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേട്ടിട്ടുണ്ട്, സമയം മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ പറയില്ല, സമയം മോശമാണ്, സമയം ശരിയല്ല എന്ന് പറയുന്നത്. ഈ സമയം ശരിയല്ല എന്ന് പറയുന്നത് ദുഷ്കാലം, അത് ദുഷ്കാലമാണ്. ചില ആളുകൾക്ക് എപ്പോഴും സമയം ശരിയല്ല, ദുഷ്കാലമാണ്. ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ സമയം മോശമാണ്. പണ്ട് ഈ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ജാതകം എഴുതുക എന്നൊക്കെ പറഞ്ഞ, ജ്യോതിഷം, ജാതകം, ആസ്ട്രോണമി, ജാതകം എഴുതുക എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആസ്ട്രോളജി ജ്യോതിഷ ശാസ്ത്രമാണ്, ആസ്ട്രോണമി കൊണ്ട് ഈ ജാതകം എഴുതുക എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ജാതകം എഴുതുക, ജാതകം എഴുതുന്നത് ഇയാളുടെ മോശ സമയവും ഇയാളുടെ നല്ല സമയമൊക്കെ എഴുതാനാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, അരവിന്ദ് മോഹൻ എന്ന് പറഞ്ഞ പാസ്റ്ററുണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ അതൊരു ഫ്രണ്ടാണ്, അദ്ദേഹം വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഒരു എഴുത്തെഴുതി. ആ പിതാവിനെ കുറിച്ച് എഴുതിയത്, പിതാവ് 49 വയസ്സ്, 49 തോന്നുന്നു, കറക്റ്റ് നോക്കുന്നു, 49 വയസ്സിൽ അവർ പ്രായം കൊടുത്തു. 49 വയസ്സിൽ മരിച്ചു പോകുന്നൊരു എഴുതി കൊടുത്തു. ജാതകം എഴുതിയതാ, ജ്യോതിഷം എഴുതിയതാ. അപ്പോ ഇതിങ്ങനെ വെച്ചിട്ട് അതിന്റെ പരിഹാരക്രിയയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെ ഈ പുള്ളിക്കാരൻ 49 വയസ്സ് മരിച്ചുപോയി. അപ്പോ അതിന്റെ ശേഷം പിതാവ് ഇത്രാമത്തെ വയസ്സില്ല, അത് എനിക്ക് തോന്നുന്നു അത് ഇച്ചിരൂടെ പ്രായം കുറഞ്ഞ 46 അങ്ങനെ കണ്ട് വയസ്സ് മരിച്ചു പോകുന്നില്ല. അപ്പൊ അത് ശരിയാ. അപ്പൊ ഈ ജ്യോതിഷം എന്നുണ്ടെങ്കിൽ സത്യവും ഇല്ലാന്നല്ല, അതൊക്കെ സംഭവമുണ്ട്. അവൻ 46 വയസ്സ് മരിച്ചു പോകുന്ന എഴുതി, ജ്യോതിഷത്തിൽ എഴുതി. 46 വയസ്സ് കാലം മോശമാണ്, ഈ കുടുംബത്തിന്റെ കാലം മോശമാണ്, ഈ പറയുന്ന ദുഷ്കാലമാണ്. 46 വയസ്സ് മരിച്ചുപോയി. അപ്പൊ അടുത്ത തലമുറയിലെ ആളാണ് അരവിന്ദ് മോഹൻ. അരവിന്ദ് മോഹനെ എഴുതിച്ചു. അരവിന്ദ് മോഹനെ എഴുതാൻ ചെന്നപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് എഴുതി 26 വയസ്സിൽ മരിച്ചു പോകും. 26 വയസ്സ്, അതുകൊണ്ട് 26 വയസ്സ് കൊച്ചിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോണം, ആ കാര്യങ്ങളൊക്കെ ചെയ്തോണം, കല്യാണമൊന്നും കഴിപ്പിക്കല്ലേ, 26 വയസ്സ് മരിച്ചു പോകും. അപ്പൊ ഈ പാരമ്പര്യം കിടക്കുന്നുണ്ട്. മറ്റേത് രണ്ടും ഉണ്ടല്ലോ, ടൈമിൽ തന്നെ മരിച്ചുപോയി, പറഞ്ഞ സമയത്ത് തന്നെ മരിച്ചുപോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ കറക്റ്റാണ്. കാരണം ആ ജ്യോതിഷം തന്നെ പറഞ്ഞ അയാൾ തന്നെ എഴുതുന്ന, അയാളുടെ മകനും അവരുടെ ജ്യോതിഷം എഴുതുന്ന കാര്യം കറക്റ്റ് അല്ലേ? ഇവിടെ ഈ സ്റ്റാറും ഒക്കെ വെച്ചിട്ടൊക്കെ എഴുതുന്നത് ശരിയല്ലേ? അപ്പൊ ഇയാൾ 26 വയസ്സ് മരിച്ചു പോകും. അപ്പൊ ആകപ്പാടെ ബുദ്ധിമുട്ടായി. ആകപ്പാടെ വീട്ടിൽ ചെന്ന് കരഞ്ഞു, നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ത് പരിഹാരക്രിയ ചെയ്താലും 21 പരിഹാരക്രിയ ചെയ്താൽ 5 വർഷം കൂടെ കൂടും. അങ്ങനെ 26 വയസ്സിൽ മരിച്ചു, 26 വയസ്സ് മരിച്ചു പോകും. മുന്നോട്ട് ജീവിക്കാനൊന്നുമില്ല. ഇനി എന്താ ചെയ്യുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാ ഇദ്ദേഹം 18-ാമത്തെ 19-ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അകത്ത് വന്നത്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അകത്ത് വന്ന് ജോയിൻ ചെയ്തു. ഇതുപോലെ നമ്മുടെ പോലെ ഇപ്പോ ഈ സൂം പോലെ, ബിനാൻഡിയുടെ പോലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അകത്ത് വന്ന് യാദൃശ്ചിയാ ജോയിൻ ചെയ്തു. അങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അകത്ത് വന്ന് ജോയിൻ ചെയ്ത് ഈ പ്രാർത്ഥിച്ചു. അവിടെ ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, നിന്നെക്കുറിച്ച് ജാതകം എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ മുമ്പേ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലോകം ഒരു വാരിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലോകം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലോകം കാര്യങ്ങളൊക്കെ നിന്നെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ കർത്താദാസൻ അജയ് കർത്താദാസനെ, ലോകം ഒരു വിധി എഴുതി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഇത് ചിലപ്പോ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഒരു വിധിയും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലോകം ഒരു വിധിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആയുസിന്റെ അതേ പരിധി തീരുമാനിക്കുന്നത് ദൈവമാണ്. ആയുസിന്റെ പരിധി തീരുമാനിക്കുന്നത് ദൈവമാണ്. ലോകവും ഡോക്ടർമാരും മെഡിക്കൽ സയൻസും ദൈവാസനെ നിങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അതവിടെ ഇരിക്കുന്നുണ്ട്. അവര് കണ്ട സാഹചര്യത്തിനപ്പുറത്ത് സാഹചര്യം നോക്കിയിട്ടാണ് എഴുതുന്നത്. പക്ഷേ തമ്പുരാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം തമ്പുരാൻ നിങ്ങളെ കുറിച്ചൊന്ന് എഴുതിയിട്ടുണ്ട്. അതേ യാഥാർത്ഥ്യമാകുള്ളൂ, അതേ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചു. അതാ ദൈവം എഴുതി വെച്ചിരിക്കുന്ന. അപ്പൊ ഈ അരവിന്ദ് മോഹൻ പാസ്റ്ററുടെ തലേ കഴിച്ചിട്ടുണ്ട്, കുഞ്ഞെ നിന്നെ കുറിച്ച് ജ്യോതിഷം എഴുതിയിട്ടുണ്ട്, നിന്നെ കുറിച്ച് ലോകം എഴുതിയിട്ടുണ്ട്. അത് സത്യം. ഇയാൾ വണ്ടടിച്ചു പോയി, പ്രാർത്ഥന കൂട്ടായ്മയ്ക്കാതെ യാദൃശ്യ ചെന്നതാ. അപ്പൊ പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിച്ചോ, നിന്റെ തലവരെ എന്നല്ലേ പറയാ, തലവരെ മാറ്റാൻ, നിന്റെ തലവരെ എഴുതി വെച്ചിരിക്കുന്ന മാറ്റാൻ
ദൈവത്തിന് കഴിയും, നീ വിശ്വസിച്ചോളാൻ പറഞ്ഞു. ഇയാൾ വിശ്വസിച്ചോ? ആയുസിനെ കിട്ടും. അയ്യോ, അത്ഭുതപ്പെട്ടു പോയി. ആയുസിനെ നീട്ടാന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ. അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? കർത്താവിന് സമർപ്പിക്കണം, ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചോളാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരൻ കിട്ടുന്ന വേറൊന്നുമല്ല, രക്ഷിക്കപ്പെട്ട കർത്താവിനോട് സ്നേഹം കൊണ്ടല്ല, ആയുസ് ചത്തുപോകില്ലോ. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ കർത്താവിന് സമർപ്പിച്ചേക്കാന്ന് പറഞ്ഞ് അന്ന് സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വചനമൊക്കെ പഠിച്ച് അദ്ദേഹം പഠിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 48 വയസ്സ് പ്രായമുണ്ട്. മറ്റേ രണ്ടും കറക്റ്റായിട്ട് വന്നു, കറക്റ്റായിട്ട് മരിച്ചുപോയി. 26ാമത്തെ വയസ്സിൽ പറഞ്ഞ ആയുസ് പറഞ്ഞയാള് ലോകപ്രശസ്ത സുവിശേഷകനായിട്ട് അങ്ങനെ സ്റ്റേജ് മാറി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗനായിട്ട് ഇന്നും പ്രസംഗിക്കുക. 48 വയസ്സുണ്ട്, 48 അതിലധികം വയസ്സുണ്ട് ഇപ്പൊ ആൾക്ക്. അപ്പോ ജ്യോതിഷമൊക്കെ ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിനൊരു ദുഷ്കാലമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ലോകത്തിന് ഒരു ദുഷ്കാലമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാർ പറയും അവന്റെ സമയം മോശമാ, കാലം മോശമാ എന്നൊക്കെ പറയും. ഒരു വസ്തുത പറയാം, കാലം മോശമാണെന്ന് പറഞ്ഞ് നിന്നെ സിംഹക്കുട്ടിനകത്തേക്ക് പിടിച്ചു കൊണ്ടയിടുമ്പോ കാലം മോശമാണ്, നിന്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞ് നിന്നെ സിംഹക്കൂട്ടിനകത്തേക്ക് പിടിച്ചുകൊണ്ട് ഇടാനായിട്ട് കയ്യും കാലും കെട്ടി പിടിച്ചുകൊണ്ട് ഇടുമ്പോ നിന്റെ ആയുസ് തീരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, നിന്റെ ആയുസ് ഇത്രയും മതിയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സിംഹങ്ങളല്ല, ദാര്യാവേശ് രാജാവല്ല, പ്രഭുക്കന്മാരല്ല തീരുമാനിക്കുന്നത്. നിന്റെ ആയുസ് തീരുമാനിക്കുന്നത് നീ ഒരു ദൈവമൈതനാണെങ്കിൽ നിന്റെ ഉടയവന് നിന്റെ സൃഷ്ടിതാവുമായ ദൈവമാണെന്ന്. ദൈവമാണെന്ന് നിന്റെ ആയുസ് തീരുമാനിക്കുന്ന ദൈവമാകുഞ്ഞേ. ദൈവമാണെന്നേ നിന്റെ ആയുസ് തീരുമാനിക്കുന്നത്. കർത്താവ് നിന്റെ ആയുസ് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് വിധിയും എഴുതി വെച്ചിരിക്കുന്നത് ചിലരും കൂടെ ഉണ്ടല്ലോ. വിശ്വസിച്ചു. കർത്താവിന്റെ അജയ്, കർത്താവിന്റെ ആത്മാവ് വീണ്ടും പറയാ കേട്ടോ, നിങ്ങൾ തളർന്നു പോകണ്ട. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികൾ ചെയ്യിക്കാനുണ്ട്. ഒത്തിരി കാര്യമൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. ചെറിയൊരു ചലനം ചെയ്യാൻ പറ്റുമായിരിക്കും. ചെറിയൊരു ചലനം, അതും മതി. ലോകത്തിന് അതൊന്നും മതി, ഒന്ന് മാറ്റി മറിക്കാൻ അത് മതി. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്ന പോൾ യോങ്കിച്ചോ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഡേവിഡ് യോങ്കിച്ചോ, പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ദൈവാസന്റെ സഭയാണ്. ആ സഭയ്ക്ക് അദ്ദേഹം ഈ യോങ്കിച്ചോ 18ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടന്നപ്പം അന്ന് TB ട്യൂബർകുലോസിസ് വന്നിട്ട് മരിക്കാൻ കിടക്കുക. 6 മാസം ഡോക്ടർ പറഞ്ഞു 6 മാസം ജീവിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് ഐസൊലേഷനില്ല, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുക. ഒരു കൊച്ചു പെൺകുട്ടി, 14 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി വന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് 14 വയസ്സുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി വന്നിട്ട് ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരെ കേൾക്കണം കേട്ടോ. 14 വയസ്സുള്ള പെൺകൊച്ച്, അവള് പാല് കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഈ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നു. ആ ബുദ്ധമത വിശ്വാസിയാണ്. അപ്പൊ തന്നെ പറഞ്ഞു, ലോകത്തിൽ ആരും സ്നേഹിക്കുന്നില്ല, യേശു സ്നേഹിച്ചിട്ട് എന്താ കാര്യം, മരിക്കാൻ കിടക്കുന്നവർ സ്നേഹിച്ചിട്ട് എന്താ കാര്യം. പിന്നെയും വന്നിട്ട് ഈ പെണ്ണ് അകത്ത് കയറി വന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, വേറെ ആരും വരാത്തപ്പോ പ്രാർത്ഥിക്കട്ടെ. ഫുഡൊക്കെ ഇങ്ങനെ ഈ ഹോളിനകത്തൂടെ ഈ ജയിലിലൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ കയറ്റി കൊടുക്കുക ചെയ്യുന്നത്. കാരണം അന്ന് TBക്കും ഇപ്പൊ നമ്മുടെ HIV ആണെന്നോ AIDS ആണെന്നൊക്കെ പറഞ്ഞ് ലോകം ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുക, ഐസൊലേഷനിലാണ്, മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ ഒരു പെണ്ണ് കയറി വന്നു. അവളോട് ഭയങ്കര ദേഷ്യം വന്നു ഇയാൾക്ക്. കാരണം ഒറ്റപ്പെട്ട് ലോകത്തോട് തന്നെ ദേഷ്യം വന്നിരിക്കുക. അവൾ ചോദിച്ചു, ഞാൻ യേശു സ്നേഹിക്കും, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. നിന്റെ പ്രാർത്ഥന വേണ്ടി നീ പോകാൻ പറഞ്ഞു. ഇവള് പോയില്ല, പിന്നെ നിൽക്കുക. ഇങ്ങനെ കാർക്കിച്ച് ഇങ്ങനെ ആ പെണ്ണിന്റെ മുഖത്തോട്ട് ഒരു തുപ്പി ആ പെണ്ണ് കൂളായിട്ട് അത് തുടച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം ആ പെണ്ണിനി വരത്തില്ലെന്നാ ഓർത്തെ. പിറ്റേ ദിവസം പിന്നെയും വന്നേക്കുക. അടുത്ത ദിവസം വന്നിരിക്കുമ്പോൾ ആള് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? ഇയാൾ ചോദിച്ചു, ചാകാൻ കിടക്കുന്നത് ഇയാൾ കിടക്കുന്നിടത്ത് നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ യേശു സ്നേഹിക്കുന്നു, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നം തീരുമെന്ന് ചോദിച്ചു. ഇനി മേലെ കണ്ടേക്കല്ലേ, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് ഈ കൊച്ച് അടുത്തോട്ട് നിന്നു. ഇത് കേട്ടോ 14 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഇയാളുടെ അടുത്തോട്ട് ചെന്നു. അയാളുടെ കയ്യിലോട്ട് പിടിച്ചു. അയാളുടെ കയ്യെ പിടിച്ച് ഈ പെൺകുച്ച് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ട് തുടങ്ങി. കണ്ണുനീരൊഴുകി. നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരൊഴുകി. ഈ പെൺകുച്ച് പറഞ്ഞു, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, സ്വർഗത്തിൽ പോകണം. കൊച്ചു കരയുക. കൊച്ചിന്റെ കണ്ണീര് ഇയാളുടെ മേത്തോട്ട് വീഴുക, ഇയാളുടെ കയ്യിലോട്ട് വീഴുക. നീ കരയണ്ട, ഡോണ്ട് ക്രൈ മൈ ബേബി, നീ കരയണ്ട, നിനക്ക് എന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. നിനക്ക് എന്താ ആവശ്യം?
അപ്പൊ പറഞ്ഞു, അതല്ല ഞാൻ കരയുന്നത്, പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അന്നേരം ഉള്ളു, അയ്യോ കരയല്ലേ കരയല്ലേ, ഞാൻ എന്ത് വേണം ചെയ്യാം. അപ്പൊ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ശരി ശരി ശരി, ഞാൻ ബൈബിൾ വായിച്ചോളാം, നീ കരയണ്ടെന്ന് പറഞ്ഞു. കർത്താവിനുള്ള സ്നേഹത്തിന് അപ്പുറത്ത് ഈ കൊച്ചു കരയുന്ന കണ്ടപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു ദിവസം കൊണ്ട് ഒരു ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. ബൈബിൾ കൊണ്ട് കൊടുത്തു. ഈ ബൈബിൾ കൊണ്ട് കൊടുത്തിട്ട് എവിടെ തൊട്ട് വായിക്കണം. അപ്പം ഈ പെണ്ണ് പറഞ്ഞു, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ കാര്യം ചെയ്യും, മത്തായി തൊട്ട് വായിച്ചു, സുവിശേഷം കാണിച്ചു കൊടുത്തു. അപ്പം ആദ്യത്തെ ദിവസം മത്തായി സുവിശേഷം വായിച്ചു, ഇദ്ദേഹം അങ്ങ് അടച്ചു വെച്ചു. പിറ്റേ ദിവസം പെങ്കുച്ചു എന്ന് ചോദിച്ചു, ബൈബിൾ വായിച്ചോ? ഇതിനും നല്ലത് ടെലിഫോൺ ഡയറക്റ്റ് വായിക്കാന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് ആദ്യത്തെ 2 വാക്ക് കഴിഞ്ഞാൽ പിന്നെ അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദിയെ ജനിപ്പിച്ചു. ഇത് ജനിപ്പിച്ചൊക്കെ ഇതിന് നല്ലത് ടെലിഫോൺ ഡയറക്ടറി അല്ലേ. അപ്പൊ പറഞ്ഞു, കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും, യോഹന്നാൻ സുവിശേഷം വായിക്കാൻ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം യോഹന്നാൻ സുവിശേഷം വായിച്ചു. കൊച്ചു പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, വായിച്ചു. എന്നിട്ട് എന്ത് മനസ്സിലായി? അതൊന്നും മനസ്സിലായി, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വായിച്ചു ഇങ്ങോട്ട് വന്നു. 5-ാമത്തെ അധ്യായം എത്തി. 5-ാമത്തെ അധ്യായം എത്തിയപ്പോൾ അവിടെ ഒരു സംഭവം കിടക്കുന്നു. 38 വർഷമായിട്ട് കുളത്തിന്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. 38 വർഷമായിട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കുളത്തിന്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് പറയുന്നത് കേട്ടോ, നമ്മൾ കേട്ടിട്ടുള്ള ഈ തലമുറയുടെ സാക്ഷിയാണ്. ആ മനുഷ്യനെ ഇങ്ങനെ കുളത്തിന്റെ കരയിൽ കിടക്കുമ്പം അവിടെ യേശു ഒരു ദിവസം കടന്നു ചെല്ലുക. യാദൃശ്ചിയ യേശു കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ ബൈബിളിനകത്ത് യാദൃശ്ചിയ, പക്ഷെ ദൈവത്തിന്റെ പർപ്പസ് അനുസരിച്ച് യേശു കടന്നു ചെല്ലുന്നു. യേശു അങ്ങനെ കടന്നു ചെല്ലുമ്പം യേശു ആ വഴിക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പം ചോദിച്ചു, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, എൻ്റെ കപ്പാസിറ്റി എല്ലാം കഴിഞ്ഞു. എനിക്ക് ആരെങ്കിലും, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും മുൻപേ ഇറങ്ങും, എനിക്ക് തന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വാക്ക്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. അടുത്ത പെൺകുട്ടി വരാൻ നോക്കിയിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, ഇത് സത്യമാണോ? ഇത് സ്റ്റോറിയാണോ, ഇത് സത്യമാണോ? കൊച്ചു പറഞ്ഞു, സത്യമാണ്. എന്നാൽ ഞാൻ വിശ്വസിച്ചാൽ എന്നെ സൗഖ്യമാക്കുവോ? ആ കൊച്ചു പറഞ്ഞു, നീ വിശ്വസിക്ക്, നിന്നെ ദൈവം സൗഖ്യമാക്കും. കേൾക്കണേ, നീ വിശ്വസിക്ക്, നിന്നെ ദൈവം സൗഖ്യമാക്കും. പെങ്കുച്ചു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഇയാടെ മേത്തോട്ട് കൈവച്ചിട്ട് അവക്കറിയാവുന്നതുപോലെ, 14 വയസ്സുള്ള പെങ്കുച്ച്, അവക്കറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചു. 6 മാസം വിധി എഴുതിയിരുന്ന ആ മനുഷ്യന്റെ ട്യൂബർകുലോസിസ് മാറി, ടിബി രോഗം മാറി. അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഡോക്ടർ ചെക്ക് ചെയ്തു, അദ്ദേഹത്തിന് അസുഖമില്ല. അദ്ദേഹമാണ് ഇന്ന് 12 ലക്ഷം പേർ ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സഭയെന്ന് ദക്ഷിണ കൊറിയയിലെ സിയോൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഭയുടെ അദ്ദേഹം മരിച്ചുപോയി. ആ സഭ സ്ഥാപിക്കപ്പെട്ട അദ്ദേഹത്തിലൂടെയാ. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളയാളെ അല്ല എനിക്ക് കാണിക്കാനുള്ളത്, ഇതിനകത്തിരിക്കുന്ന ദൈവം കണ്ടിട്ടുള്ള ആളെ, യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സഹോദരിയാണ് കാണിച്ചു തരാനുള്ളത്. ഇന്ന് ഈ പകലില്, ഈ പ്രഭാതത്തില്, ദൈവത്തിന്റെ ദാസിമാരെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട്. നിന്നെക്കുറിച്ച് ഈ ലോകം പറയുന്നതല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ നിയോഗമുണ്ട്. നിന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. വലിയ കാര്യം ചെയ്യാൻ പറ്റിയില്ലെന്ന് നിനക്ക് തോന്നും, പക്ഷേ ഇല്ല, ചെറിയൊരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന്റെ നിയോഗമുള്ള ചിലരെ സ്വർഗരാജ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വലിയ ദൗത്യം ഒരുപക്ഷെ കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് വലിയ നിയോഗം, വലിയ ഉത്തരവാദിത്വം. ഞാനൊരു നമ്മൾ ചിന്തിക്കുന്നില്ലേ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാനൊരു സഹോദരിയാ, എനിക്ക് വീടിന് പുറത്തോട്ട് ഇത്രയൊക്കെ മതിയെന്നേ. നിന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യം, നീ നടക്കുന്ന വഴി, പാല് കൊടുക്കാൻ പോകുന്ന വഴി കണ്ടതാ, ഇപ്പോൾ യോഗിച്ചേ മതി. തമ്പുരാൻ പറഞ്ഞ അത് മതി കുഞ്ഞെ. സ്വർഗത്തിലൊരാളെ പേര് ചേർക്കുക, സ്വർഗത്തിലേക്ക് ഒരാളുടെ പേര് ചേർക്കുക, ഒരാളുടെ അല്ല, ആ ഒരു മനുഷ്യന്റെ പേര് എഴുതിയപ്പോ ആ പെൺകൊച്ചിന് ഭയങ്കര സന്തോഷം. ഒരാളുടെ പേര് സ്വർഗത്തിലോട്ട് എഴുതിയല്ലോന്ന്. പക്ഷെ ഒരു വസ്തുത പറയട്ടെ, പിന്നീട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ 12 ലക്ഷം പേരെ അത് സ്വർഗരാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്തി. അത് സ്വർഗത്തിൽ ചിന്തിക്കുമ്പോ അയാൾക്കല്ല പ്രതിഫലം കിട്ടുന്നത്. ആ കൊച്ചു പെൺകുട്ടിയുണ്ടല്ലോ, ഇദ്ദേഹത്തെ യേശുവിനെ പറഞ്ഞു കൊടുത്തൊരു പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയും, ഇദ്ദേഹത്തെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കാരണമായ കുഞ്ഞെ, നീയാണ് ഈ വലിയ സഭയുടെ ഉത്തരവാദി. ഇത്രയും പേരെ സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുന്ന ഉത്തരവാദി നീയാ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രയത്നം ചെറുതല്ലെന്ന്, സ്വർഗരാജ്യത്തിന് നിങ്ങളുടെ പ്രയത്നം ചെറുതല്ലെന്ന്. അതുകൊണ്ട് ആദ്യം തുടങ്ങിയപ്പോ ഒരു വസ്തുത പറഞ്ഞില്ലേ, ഒരു കാര്യം പറഞ്ഞില്ലേ, അതേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. നീ ചെയ്യുന്ന പ്രയത്നം ചെറുതല്ലെന്ന് വെറുതെ അല്ലെന്ന് കർത്താവിന്റെ ദാസി സൂസൻ ബേബി, നിങ്ങൾ ചെയ്യുന്ന പ്രയത്നം വെറുതെ അല്ലെന്ന് ദൈവാസിയെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ. ലോകത്തിന് കാണാൻ ഒരുപാട്
ഒരുപാടില്ലായിരിക്കും, ലോകം ഒരുപാട് സർട്ടിഫിക്കറ്റ് തരുന്നില്ലായിരിക്കും, ലോകം ഒരുപാട് സർട്ടിഫിക്കറ്റ് തരുന്നില്ലായിരിക്കും. പക്ഷേ ദൈവം സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെന്ന്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെന്ന്, ദൈവം നിങ്ങൾക്ക് വേണ്ടി, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ പ്രായമോ, നിങ്ങളുടെ ബലഹീനതയോ, നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതയോ, നിങ്ങളുടെ ഫിസിക്കൽ നേച്ചറോ ഒന്നുമല്ല, അതിനപ്പുറത്ത് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി തരിക. ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. മനസ്സോടി എത്തുന്നിടത്ത് ശരീരം ഓടി എത്തുന്നില്ല. പക്ഷെ ദൈവദാസി, മനസ്സോടി എത്തുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഓടി എത്തുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു ആലയം പണിയണം. ദാവീദിന് പണിയാൻ പറ്റിയില്ല, ദാവീദിന് ആലയം പണിയാൻ പറ്റിയില്ല. ദാവീദ് മനസ്സുകൊണ്ട് പറഞ്ഞു, ഒരു ആലയം പണിയണം. തമ്പുരാൻ പറഞ്ഞു, ദാവീദേ, നിന്നെ കൊണ്ടല്ല, നിന്റെ തലമുറ ശലോമോനെ കൊണ്ടാ ചെയ്യിക്കുന്നത്. പക്ഷെ കൂടാരത്തിന്റെ പേര് ആഗ്രഹം പോലെ ഇന്നും അറിയുന്നു, ദാവീദിന്റെ കൂടാരം. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുന്നു, വീണുപോയ ദാവീദിന്റെ കൂടാരം. ഇന്നും അറിയുന്നത് അത് ദാവീദിന്റെ കൂടാരം എന്നാ. മദിനിവാസി ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ ദൈവം എഴുതി ദാവീദിന്റെ കൂടാരമെന്ന്. ദാവീദിന്റെ കൂടാരം എന്ത് വിശ്വസിച്ചോ? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ദൈവപ്രവർത്തിക്കകത്ത്, ദൈവപ്രവർത്തിക്കാത്ത, ആഗ്രഹിക്കുന്ന ദൈവപ്രവർത്തിക്കാതെ ദൈവം അത് കണക്കിടുന്നു. ചെയ്യുന്നതായി കണക്കിടുക. ദൈവം അത് കണക്കെടുത്തു. ദൈവം അത് കണക്കിടുന്നു. ഒരു വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. വലിയ ദൈവസാന്നിധ്യം. വാക്കിലേക്ക് വരട്ടെ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. ദുഷ്കാലം. അപ്പൊ ഈ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്കാലം എന്ന് പറയുന്നത് കാലത്തെ കുറിച്ചാണ്, സമയത്തെ കുറിച്ച് പറയുന്നത്. ഈ വാക്കുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഈ വാക്ക് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവൻ സകല ചിന്താകുലും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരുത്തിന് കീഴിൽ താണിരിപ്പീൻ. അതിന് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ, ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. ആ തക്ക സമയം എന്ന് പറയുന്ന വാക്കുണ്ട്. ആ വാക്ക് ക്രോണോസ് ആൻഡ് കെയ്റോസ്. കെയ്റോസ് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. കെയ്റോസ് ആ പദം തന്നെ എവിടെ ഉപയോഗിച്ചത്? കെയ്റോസ്. എബ്രായലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് കണ്ണ് ലഭിക്കുവാൻ തത്സമയത്ത്, തക്ക സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് വരിക. ഈ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് കെയ്റോസ് എന്ന് പറയുന്ന പദം. കെയ്റോസ്. ഈ മൂന്നിടത്തും ഈ പദം കെയ്റോസ്, സമയം എന്ന വാക്ക് ഉപയോഗിക്കും. മലയാളത്തിൽ തന്നെ അതിന് തത്തുല്യ ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ വാക്ക് കെയ്റോസും ക്രോണോസും, മറ്റേ വാക്ക് ഉപയോഗിക്കുന്നത് ക്രോണോസ് എന്ന് പറയുന്ന വാക്കാണ്. ക്രോണോസ് എന്ന് പറഞ്ഞാല് അത് കാലഘട്ടത്തെ കുറിക്കുന്ന സമയം, കാലഘട്ടത്തെ കുറിക്കുന്ന സമയം. പക്ഷേ കെയ്റോസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ടൈമാണ്, ദൈവത്തിന്റെ ടൈം. ഇത് ദുഷ്കാലം എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കെയ്റോസ് എന്ന് പറയുന്ന ടൈം അവിടെ. കെയ്റോസ് എന്ന് പറഞ്ഞാൽ ദുഷ്കാലം എന്ന് പറഞ്ഞാൽ ഈ സമയത്തെ കാലഘട്ടത്തെ കുറിക്കുന്ന ടൈമാണ് കെയ്റോസ് എന്ന് പറയുന്ന പദം. കെയ്റോസ്. അപ്പൊ ഈ പദത്തിലേക്ക് ഒന്ന് കേട്ടെ. കെയ്റോസ് എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ ടൈം. ഒറ്റ മനസ്സിലാക്കാൻ ഭേദത്തിലുള്ള അപ്പോയിന്റഡ് ടൈം എന്നോ ഡ്യൂ ടൈം എന്നൊക്കെ ഇതിന്റെ അർത്ഥം. മറ്റേത് ക്രോണോസ്, കാലഘട്ടത്തിന്റെ ടൈമാണ്. അത് നമുക്ക് ഒരു പക്ഷേ എടുക്കാം, മനുഷ്യന്റെ ടൈം എന്ന് എടുക്കാം, മനുഷ്യന്റെ ടൈം. പക്ഷെ ഈ ടൈമിന്റെ പേര് കെയ്റോസ് എന്നാ. മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഉദാഹരണം പറഞ്ഞിട്ട് വേഗത്തെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഈ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് മറുപടി കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കത്തില്ല നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടുന്നത്, അല്ലെ? പലപ്പോഴും ചിന്തിച്ചു നോക്കിയേ, നമ്മൾ വിചാരിക്കുന്ന ടൈമിലായിരിക്കത്തില്ല. ഈ കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് പാനപാത്രവാഹകനോടൊന്ന് പറഞ്ഞു വിട്ടു, അച്ഛാ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ, അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തെറ്റു പറയാൻ പറ്റത്തില്ല. നമുക്കൊക്കെ പലപ്പോഴും തോന്നുന്ന കാര്യമാണ്. നമ്മൾക്കൊക്കെ ഓർക്കുന്നേ കൂടെ ഇദ്ദേഹത്തിന് പിടിപാടുണ്ട്. പാനപാത്രവാഹകൻ തിരിച്ചവിടെ കയറും, പിടിപാടുണ്ട്. കാരണം ഈ രാജാവുമായിട്ട് ബന്ധമുണ്ടല്ലോ, അപ്പൊ പിടിപാടുണ്ട്. അപ്പൊ ഈ നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ഇന്ന് മാറ്റിക്കോണം കേട്ടോ, നമ്മൾ സ്വപ്നം കാണുന്നത് ജോസഫിനെ കുറിച്ച് പറയാം. ജോസഫ് സ്വപ്നം കണ്ടു, പാനപാത്രവാഹകൻ അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം അവിടെ കയറും, ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് രാജാവിന്റെ അടുത്ത് ചെല്ലും. അപ്പോ ഇദ്ദേഹം തിരിച്ചൊരു കാര്യം പറഞ്ഞു, ദേവാസിമാർക്കും ഒക്കെ അറിയാം, ചിലരെയൊക്കെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഗ്രൂപ്പിലും സഭയിലും ഒക്കെ പ്രാർത്ഥിച്ച് അവരുടെ വഴി തുറക്കും. വിസ വരും,
വഴിയൊക്കെ തുറക്കുമ്പോൾ പറയും, എടാ നീ പോകുമ്പം പാസ്റ്ററേയും സഭയൊക്കെ മറക്കല്ലേ കേട്ടോ. ഞങ്ങൾ അച്ഛാ ഞാൻ ഇങ്ങനെ മറക്കാൻ കൊള്ളാവോ, എത്ര നാളത്തെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയാ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ നമ്മുടെ അച്ഛൻ പറഞ്ഞു, ഈ മറ്റേ പാനപാത്രം അച്ഛൻ പറഞ്ഞു, അയ്യോ ജോസഫ് നിന്നെ മറക്കുവോ, നീയല്ലേ ഞാനിങ്ങനെ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ ചാകാൻ ഇരുന്നപ്പോ നീയല്ലേ വന്ന് കൈ തന്ന് പ്രാർത്ഥിക്കാനും സപ്പോർട്ട് ചെയ്യാനും നീയല്ലേ ഉള്ളായിരുന്നു, മറക്കുവോ? ഞാൻ ചെന്ന് ജോലിക്ക് കയറിയ പിറ്റേ ദിവസം തന്നെ രാജാവിനോട് പറഞ്ഞ് നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും, നീ അവിടെ എവിടെങ്കിലും നീ പുറത്തിറക്കുകയും ചെയ്യും, കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. കാര്യങ്ങൾ കേട്ടു, നിന്നെ കട്ടുകൊണ്ട് പോകുന്നതാകുന്നു, ഇവിടെ ഒരു കുറ്റവും ചെയ്ത്, ഓക്കെ ഞാനല്ലേ ആള്, ഞാൻ ശരിയാക്കിക്കോളാം. അപ്പൊ ഈ ജോസഫ് അങ്ങ്, നമ്മള് ദൈവമക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ജോസഫ് അങ്ങ് ഇച്ചിരി കാര്യപ്രാപ്തിയിലൂടെ ഇങ്ങനെ സ്വപ്നം കാണും. ജോസഫ് സ്വപ്നം കണ്ടു, അടുത്ത ദിവസം നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമാണ്. ജോസഫ് ഇങ്ങനെ വിചാരിക്കുക, കാരാഗ്രഹത്തിൽ ഇന്ന് പുള്ളിക്കാരൻ ചെന്ന് ജോലിക്ക് കയറി, നാളെ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം, അപ്പൊ പറഞ്ഞ റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ, ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടിരിക്കില്ലേ. അപ്പൊ ഈ റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടി, അവിടെ ചെന്നിട്ട് 1, 2, 3 ഇപ്പൊ പറഞ്ഞു കാണും വിചാരിക്കുക. 1 ദിവസമായി, 2 ദിവസമായി, മറുപടി ഇല്ല. 3 ദിവസമായി, ഇപ്പൊ കാരാഗ്രഹത്തിൽ പുറത്തിറങ്ങാം, ഇല്ല കാരാഗ്രഹത്തിൽ പുറത്തിറങ്ങിയില്ല. ഈ ടൈമിൽ പുറത്തിറങ്ങിയില്ല. ഈ ടൈമിലെ ജോസഫ് പുറത്തിറങ്ങിയില്ല. അതെന്താ കാര്യം എന്നറിയാമോ? ഇത് ജോസഫിന്റെ ടൈമാ, ഇത് ക്രോണോസാ, മുമ്പേ പറഞ്ഞ ക്രോണോസാ, ഇത് ജോസഫിന്റെ ടൈമാ. നിന്റെ ടൈമിലല്ല ദൈവം നിനക്ക് മറുപടി തരുന്നത്. ഈ സമയം കഴിഞ്ഞു, ജോസഫിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പാനപാത്രവാഹകനോ ഓർക്കാതെ മറന്നുപോയി. പാനപാത്രവാഹകൻ മറന്നു, ജോസഫ് മറന്നുപോയി, പാനപാത്രവാഹകൻ മറന്നു, കാരാഗ്രഹ പ്രമാണി മറന്നു, കൊട്ടാരത്തിലുള്ളവർ മറന്നു, സർവ്വപേരും മറന്നു. പക്ഷെ നിന്നോടുള്ള വാഗ്ദത്തം, നിന്റെ ടൈം, നിന്റെ ഈ അവസ്ഥ മറക്കാത്ത ഒരിടമുണ്ട്, അത് സ്വർഗമാണെന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന, ഉപവാസ പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. ലോകത്തുള്ള സർവ്വപേരും മറന്നുപോയാലും ശൈല ദൈവദാസി ലോകത്തുള്ള സർവ്വപേരും മറന്നുപോയാലും ദൈവദാസി നിമ്മി ജോസെ, അതേ ലോകത്തുള്ള സർവ്വപേരും മറന്നുപോയാലും, ലോകത്തുള്ള സർവ്വപേരും നിന്നെയും കുടുംബത്തെയും മറന്നുപോയാലും, നിന്റെ പ്രാർത്ഥനകൾ മറന്നുപോയാലും, മറക്കാത്ത ഒരു സ്വർഗമുണ്ട്. മറക്കാത്ത സ്വർഗമുണ്ട്. സ്വർഗം മറന്നില്ല. നിന്റെ ടൈം നീ പോലും മറന്നു. ഇതാ ജോസഫ് പറഞ്ഞ സമയം ശരിയല്ല അല്ലെ, അല്ലെങ്കിൽ പറഞ്ഞു കാരാഗ്രഹ പ്രമാണി പറഞ്ഞാണ് ഇത് നിന്റെ ടൈം ശരിയല്ല, അതുകൊണ്ടാ മറന്നുപോയി. ജോസഫ് ഓർക്കാതെ മറന്നുപോയി. പാനപാത്രവാഹകൻ ഓർക്കാതെ മറന്നുപോയി. ജോസഫും മറന്നു, എല്ലാവരും മറന്നു. പക്ഷെ മറക്കാത്ത സ്വർഗമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു ഫറവോൻ സ്വപ്നം കണ്ടു. ഫറവോൻ സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നു, സ്വപ്നം അറിയണം, അർത്ഥം അറിയണം. ഇങ്ങനെ ഇരിക്കുക, സ്വപ്നത്തിന്റെ അർത്ഥം അറിയണം. ഇങ്ങനെ കാത്തിരിക്കുക. ശകുനവാദികളൊന്നും അഞ്ജനവാദികളൊന്നും അവിടെ എല്ലാവരും ആർക്കും പറയാൻ പറ്റാതിരിക്കുന്ന ഒരു ടൈമില് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ആർക്കും പറയാൻ പറ്റാതിരിക്കുന്ന ഒരു ടൈമില് മറന്നുപോയ പാനപാത്രവാഹകൻ അന്ന് നിന്നെ ഓർത്തോ? മറന്നുപോയ പാനപാത്രവാഹകൻ ചിലര് നിന്നെ മറക്കുന്നു, ചിലര് നിന്നെ എഴുതി തള്ളുന്നു, ചിലര് നിന്നെ മറക്കുന്നു. മറന്നുപോയ ചിലര് നിന്നെ ഓർക്കുന്ന ദിവസം അത് നിനക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്നെ ഓർക്കുന്ന ദിവസം. മറന്നുപോയ സഹോദരന്മാര് നിന്നെ ഓർക്കുന്ന ദിവസം, മറന്നുപോയവര് നിന്നെ ഓർക്കുന്ന ദിവസം. നിനക്ക് ഇത്രയൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞ് നിനക്കൊരതിരിട്ട് ഇവിടം വരെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് നിനക്കൊരതിരിട്ടവര് നിന്നെ ഓർക്കുന്ന ദിവസമുണ്ട്, നിന്നെ ഓർക്കുന്ന ടൈമുണ്ട്. ഒരു അച്ഛാ ബിജു ജോൺ, അതാ ഞാൻ കണക്ഷൻ കാണുന്നേ. കാണുന്ന അച്ഛാ, മറന്നുപോയവർ ഓർക്കുന്ന ദിവസമുണ്ട് കേട്ടോ. മറന്നുപോയവർ ഓർക്കുന്ന ദിവസമുണ്ട്. മറക്കണ്ട, ആദ്യ ഈ ആയുസിൽ തന്നെ മറന്നുപോയവർ ഓർക്കുന്ന ദിവസമുണ്ട്. ദിവാസനെ മറന്നുപോയവർ ഓർക്കുന്ന ദിവസം നിന്റെ മുമ്പിലുണ്ട്. ദിവാസനെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓർത്ത് സ്വപ്നമൊക്കെ പറഞ്ഞു. സ്വപ്നം പറഞ്ഞിട്ടൊരു വലിയ അപ്പോയിന്റ്മെന്റ് ഫറവോൻ കൊടുത്തു. ഈ ഫറവോൻ കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റിന് മുമ്പേ
വലിയൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് മുമ്പ് ഒരു കാര്യം പറയുക. ആ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ജോസഫ് പറഞ്ഞു, രാജാവേ, ആദ്യത്തെ 7 വർഷം സുഭിക്ഷമായ 7 വർഷമുണ്ട്, അടുത്ത 7 വർഷം ദാരിദ്ര്യത്തിന് വർഷമാണ്. അപ്പോൾ ഒരാളെ ഇതിനു വേണ്ടി നിയോഗിച്ചാക്കണം. അന്ന് വരെ ഇല്ലാത്ത പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കി, സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആഹാരമൊക്കെ ശേഖരിച്ചു വെച്ചിട്ട് അത് തക്ക സമയത്ത് സപ്ലൈകോ വഴിയോ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കട വഴിയോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. അതൊരു മിനിസ്റ്റർ വേണം. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനങ്ങാക്കി. ഹറോ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം എങ്ങനെയാ? ദൈവാത്മാവുള്ള ഇതുപോലെ നിന്നെപ്പോലെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ അപ്പോയിന്റ് ചെയ്യാനായിട്ട്? ഈ ദൈവാത്മാവ് ഫറവോൻ കണ്ടുപിടിക്കുമ്പോൾ ഇദ്ദേഹത്തുള്ള ദൈവാത്മാവിനെ കാണാത്ത ആളുകളുണ്ട്. സഹോദരന്മാര് കണ്ടില്ല. സഹോദരന്മാര് കണ്ടില്ല. ഓൺ പ്രദേശ അവര് കണ്ടില്ല ഈ ദൈവാത്മാവിനെ. മറ്റേ പൊത്തിപ്പേറിന്റെ വീട്ടിൽ ചെന്ന് പൊത്തിപ്പേര് ചെയ്യുന്ന കാര്യമൊക്കെ സാധിക്കും, ദൈവം കൂടെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി. പൊത്തിപ്പേറിന്റെ ഭാര്യ കണ്ടില്ല, പൊത്തിപ്പേറിന്റെ കാര്യം കണ്ടില്ല, കാരാഗ്രഹ പ്രമാണി കണ്ടില്ല, ഒരുപക്ഷെ അപ്പനും അമ്മയും കണ്ടില്ല. നിന്നിലുള്ള ദൈവാത്മാവിനെ ലോകം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ കൂട്ടുസഹോദരനും കൂട്ടുസഹോദരിയും കണ്ട് നിനക്ക് വേണ്ടിയ പോലെ ഒരു വില തന്നിട്ടില്ലെങ്കിൽ, വേണ്ടിയ പോലെ ഒരു സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിൽ, നിന്നിലുള്ള ദൈവാത്മാവിനെ വേണ്ടിയതുപോലെ കണ്ടൊരു സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിലും, നിന്നിലുള്ള ദൈവാത്മാവിനെ, നിന്നിൽ തന്നിരിക്കുന്ന ദൈവാത്മാവിനെ അറിയുന്ന, അതിനെ പുറത്തു കൊണ്ടുവരുന്ന, നിന്റെ അകത്ത് കത്തുന്ന നിന്റെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരുന്ന, നിന്റെ അകത്ത് കത്തുന്ന ആത്മാവിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം നിനക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവദാസിയെ നിന്നെ ഉറപ്പിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ കത്തുന്ന, നിനക്ക് അപ്രൂവൽ തരുന്ന, നിനക്ക് അഭിഷേകത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് അകത്ത് കിടക്കുന്ന ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെ നിനക്ക് വേണ്ടി അത് പുറത്തു കൊണ്ടിരുന്ന ഒരു ദിവസം സഹോദരന്മാർക്ക് അറിയില്ല. പക്ഷേ രാജാവ് മനസ്സിലാക്കി ഇവന്റെ മേലൊരു അഭിഷേകം കിടപ്പുണ്ടെന്നുള്ളത്. ഇന്നൊന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്നുള്ളത്, ലോകമറിയാതിരിക്കുമ്പോ നിന്റെ മേലുള്ള അഭിഷേകം ദൈവം ചിലരെ കൊണ്ട്, രാജാക്കന്മാരെ കൊണ്ട് തിരിച്ചറിയിക്കുക. അവരിലൊരു ദൈവാത്മാവുണ്ടെന്ന് രാജാക്കന്മാരറിയും, ബോസ് അറിയും, നിന്റെ സുപ്പീരിയേഴ്സ് അറിയും, നിന്റെ ബോസ്, നിന്റെ സുപ്പീരിയർ അറിയും നിന്റെ മേലൊരു ദൈവാത്മാവ് ഉണ്ടെന്നുള്ളത്. ലോകം അറിയുന്നില്ല, വിട്ടുകളഞ്ഞേക്ക്. ചിലർ നിന്നെ കണ്ടിട്ടും കാണാതിരിക്കുന്നുണ്ടല്ലോ. അതെ ബീനാൻഡി, കണ്ടിട്ടും കാണാതിരിക്കുന്നുണ്ടല്ലോ. ചിലരെ കണ്ടു അറിയാം കാര്യങ്ങളൊക്കെ, എന്നിട്ട് കാണാത്തതുപോലെ തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അവരുടെ ഇടയിലുണ്ടല്ലോ അതേ ചില ഫറവോന്മാര് തിരിച്ചറിയും ദൈവാത്മാവിനെ. ഈ ഗ്രൂപ്പിനകത്തുള്ള ദൈവാത്മ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന, ചിലരെ തിരിച്ചറിയാതെ പോകുമ്പോൾ തിരിച്ചറിയാൻ യോഗത്തോടെ ചിലരെ പ്രാർത്ഥിക്കുന്ന, ഉന്നതന്മാരാകുന്ന ചിലര് പ്രാർത്ഥനയെ അപേക്ഷിക്കുന്ന ദിവസങ്ങളുണ്ട്. ബീനാൻഡി അത് കുറിച്ചോ? ചിലര് ഉന്നതന്മാരായ, ലോകപ്രകാരം ഉന്നതന്മാരായ രാജാക്കന്മാരെ പോലെയുള്ളവര് ഈ ആത്മാവിനെ തിരിച്ചറിയുമെന്ന് ആത്മാവിൽ ഒന്നുകൂടി ഉറപ്പിക്കട്ടെ. കർത്താവിന്റെ അഭിഷിക്തൻ, കർത്താവിന്റെ ദാസൻ ചെറിയാൻ ദൈവാസനെ, അതെ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിയത്തില്ല, സാഹചര്യം അറിയത്തില്ല. ദൈവത്തിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. പലർക്കും തിരിച്ചറിയാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കത്തുന്ന ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് കത്തുന്ന ആത്മാവിനെ ദൈവാത്മാവ് അത് കെട്ടുപോകാതെ കത്തിച്ചുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നോ, അതിനെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. രക്തത്താൽ ക്ഷേമമെടുക്കട്ടെ. അസാധാരണമായി ദൈവകൃപ വ്യാപരിക്കുന്നു. അൽക്കാ ബനാദികൽക്കന ഘടകം വൈശേ ബനാദികം ധേര പ്രഭാനകൽക്കനാദിയ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിന് ഉപയോഗിക്കണം. ഞാൻ ഈ ഷൈനി ജോർജ് കണക്ഷനിലെ ഇരിക്കുന്ന ഒരു ആന്റി ഉണ്ടല്ലോ, ആന്റി ആ ദൈവാത്മാവിനെ സ്വർഗം തിരിച്ചറിയുന്നു കേട്ടോ. ആ മോളെ, ആ ദൈവാത്മാവിനെ സ്വർഗം തിരിച്ചറിയുന്നു. അവിടെ നിന്ന് ആ കത്തി ജ്വലിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ജ്വലിപ്പിക്കുന്ന
ആ ജ്വലിക്കുന്ന ദൈവ സാന്നിധ്യം അത് സ്വർഗം തിരിച്ചറിയുന്നുണ്ട്. ഒരു വസ്തുത പറയാം, യോർദാന്റെ തീരത്ത് വന്ന് അതേ കുത്തി മറിഞ്ഞൊഴുകുന്ന യോർദാൻ, അതേ വേനൽക്കാലത്തൊക്കെയും യോർദാൻ കര കവിഞ്ഞൊഴുകോ. ഇത് യോർദാന്റെ സിസ്റ്റമാ. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യുന്ന എല്ലാവർക്കും പറ്റത്തില്ല. പെട്ടകം തോളിലുള്ള, ഞാൻ ഈ പറഞ്ഞ വസ്തുത, അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന, അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ദൈവദാസന്മാരെ, പെട്ടകം തോളിലിരിക്കുന്ന, കൃപയുടെ പെട്ടകം തോളിലിരിക്കുന്ന, അഭിഷേകത്തിന്റെ പെട്ടകം തോളിലിരിക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി തോളിലിരിക്കുന്ന, പെട്ടകം വഹിക്കുന്ന അഭിഷിക്ത ദാസന്മാരെ, നിങ്ങളുടെ കാലടികൾ അതേ യോർദാനിൽ ചവിട്ടിക്കോ. യോർദാൻ രണ്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ പിളർന്നു മാറുകയാ. വൈഡഘടകം ജൂഡൽ കവനം വൈഡേരി ദീപാരകത ശബദാധികത. യോർദാൻ രണ്ടായിട്ട് പിളർന്നു മാറുന്ന ഒരു ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരോട് ദൂത് പറയുമ്പോൾ അവർ മാത്രമല്ല കേട്ടോ, ഇതിനകത്തിരിക്കുന്ന പലരും അത് എന്നോടാണെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങളോട് തന്നെയാ. യോർദാന്റെ തീരത്ത് എന്തോ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ ദൈവം ഇറങ്ങി വന്ന് യോർദാൻ കീറി തരണ്ട, നിങ്ങൾക്ക് വേണ്ടി കീറി തരണ്ട കാലഘട്ടം കഴിഞ്ഞു. ദൈവം ഇറങ്ങി വന്ന് ചെങ്കടൽ പിളർത്തുന്ന ആ കാലഘട്ടം കഴിഞ്ഞു. പെട്ടകം തോളിലിരിക്കുന്ന, അഭിഷേകത്തിന്റെ ശക്തി വഹിക്കുന്ന, അഭിഷേകം വഹിച്ചോണ്ട് പോകുന്ന ദൈവദാസിമാരെ, നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ച് അതേ ആത്മാവിൽ ഒഴുകി വരുന്ന യോർദാന്റെ മേലേക്ക് നിന്റെ പാദങ്ങൾ എടുത്തു വെച്ചോ. പറയുന്ന ഇടത്ത് യോർദാൻ നീക്കുമെന്ന്, നീ പറയുന്ന ഇടത്ത് യോർദാൻ നീക്കുമെന്ന് ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞോ ഇന്ന് ഈ പ്രഭാതത്തില്. ഘടകം വൈഡ വരാധിക ജൂഡൽക്കര ഹസ്തരി ലബോറിയ ലബൽഖര ദിവേധര സിഖേരിയ റംധരം ശാലഘടകം അതുരഘടക ശബ്ദേരിയ വധതര ദിയാധര. നിങ്ങൾ ഇരിക്കുന്ന പലയിടങ്ങളിലും ആ ദൈവസാന്നിധ്യങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുക. ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. വിശ്വസിച്ച് ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ എടുക്കാമെന്ന ആ വേദഭാഗത്തിനെ കൂട്ടി എത്തുന്നില്ല, എനിക്കൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇരിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ ആകത്തില്ല, ഈ പ്രാർത്ഥനകൾ വെറുതെ ആകത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് നിനവെ നശിപ്പിക്കാൻ ദൈവം തമാശ പറഞ്ഞതല്ല. നിനവെ നശിപ്പിക്കുമെന്ന് ദൈവം ചുമ്മാ ഒരു തമാശയായിട്ട് പേടിപ്പിക്കാൻ നശിപ്പിക്കാൻ പറഞ്ഞതാ. എന്നിട്ടും 40 ദിവസത്തിനുള്ളിൽ യോന പറഞ്ഞ പ്രവചനത്തെ മാറ്റിമറിച്ച് നിനവെ നശിപ്പിച്ചില്ല. നശിപ്പിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായുള്ളൂ. ദൈവം തമാശ പറയത്തില്ല, ഫോഷ്ക് പറയത്തില്ല. സോദോം ഗൊമോറ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നശിപ്പിക്കും. എന്നിട്ട് നശിപ്പിക്കാതിരിക്കാൻ ഒരൊറ്റ കാരണം, ഒരേ ഒരു കാരണമേ ഉണ്ടായുള്ളൂ. ഒരൊറ്റ കാരണമേ ഉണ്ടായുള്ളൂ. അത് ചോദിച്ചാൽ ഒറ്റ കാരണം, നശിപ്പിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണം. അതെ ഈ യോർദാൻ നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ച് നശിപ്പിക്കാതിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു 3 ദിവസം അതേ ആബാലവൃത്തം സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് തുടങ്ങി ദാസൻ വരെ, അതേ വൃദ്ധൻ തുടങ്ങി കൊച്ചു കുഞ്ഞു വരെ 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ ദൈവം തീരുമാനം മാറ്റി. സ്വർഗം തീരുമാനം മാറ്റി. പ്രാർത്ഥന വെറുതെയല്ല. ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. ദൈവം ചുമ്മാ തമാശ പറഞ്ഞ് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷേ ദൈവം അത് ചെയ്തില്ല. കാര്യം എന്താണെന്നറിയാവോ? പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ വെറുതെ ആകത്തില്ല. നിന്റെ പ്രാർത്ഥന വെറുതെ ആകില്ല കുഞ്ഞെ. നിന്റെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല. ഈ പ്രാർത്ഥന സ്വർഗം എഴുതുകയാ. ഈ പ്രാർത്ഥനകൾ സ്വർഗം എഴുതുകയാ. സ്വർഗം കുറിക്കുകയാ പ്രാർത്ഥന. ഈ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ വേദനകൾ സ്വർഗം കുറിക്കുന്നു. ഈ പ്രാർത്ഥനകൾ സ്വർഗം കുറിക്കുന്നു. അർഘാമരാധികം ജേനവന മൗഷാലഘടകം ധനാധികേരിയ അധുരാധനാധികേരിയ അധുരവനഘടക ശാന്തൽ പ്രവന അധുരജനകരം ധരഘടക. സ്വർഗം കുറിക്കുക. നിന്റെ പ്രാർത്ഥനകൾ സ്വർഗം കുറിക്കുക. നിന്റെ പ്രാർത്ഥനകൾ കുറിക്കുക. അതെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന വെറുതെയല്ല. അപ്പൊ ആ വചനത്തിലേക്ക് വരട്ടെ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കും. അപ്പൊ ഈ തക്ക സമയം അങ്ങനെ. ഇനി ജോസഫിനോട് ചോദ്യം, മോനെ കുഞ്ഞെ,
ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്ന് ഏറ്റെടുത്തോണം കേട്ടോ. ആ ചോദ്യം ഇങ്ങനെ നിങ്ങളോടാ ചോദിക്കുന്നത് വിചാരിക്കണം. ജോസഫിനോട് ഞാൻ ചോദിക്കാം, ജോസഫിന്റെ ഇന്റർവ്യൂ ഇരിക്കുക. ജോസഫ് ഇപ്പം വന്ന് സിംഹാസനത്തില, ഫറവോൻ കഴിഞ്ഞ 2ാമത്തെ സ്ഥാനം, സിംഹാസനം കൊണ്ട് മാത്രം നീ എന്റെ മുകളിലായിരിക്കും. അങ്ങനെയല്ല, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്റെ മുകളില, ബാക്കിയെല്ലാം നീ അധികാരി, എല്ലാത്തിനും നീ പറയാതെ ഇസ്രായേലിലെ ഒന്ന് ചലിക്കത്തില്ല, അതുപോലെ അധികാരിയാ. അപ്പോൾ ജോസഫിനോട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സഹോദരന്മാരൊക്കെ വന്നിരിക്കും. ജോസഫിന് ഒരു ഇന്റർവ്യൂവിന് പോയി. ജോസഫിനോട് ചോദിക്കുക, അച്ഛാ ജോസഫേ, അതെ ഒരു കാര്യം, അന്ന് പാനപാത്രവാഹനോട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ, പറഞ്ഞു വിട്ടേ അന്ന് വേണമായിരുന്നോ മറുപടി, അതോ ഇന്ന് മതിയോ, ഇപ്പൊ മതിയോ, ഏതാ ജോസഫ് ഇഷ്ടം? അപ്പോൾ ജോസഫ് ഒരു സാക്ഷ്യം പറയും. ആ സാക്ഷ്യം എന്താണെന്നറിയോ? ഇത് നമ്മുടെ പലരുടെയും സാക്ഷ്യമാണ്. ഒരാളുടെ അല്ലാത്തതുകൊണ്ട് ഞാൻ ദൂതായിട്ട് പറയുന്നില്ല, പലരുടെയും സാക്ഷ്യമാണ്. അതിന് ഇത് പലരുടെ സാക്ഷ്യമാണ് കേട്ടോ. ആ സാക്ഷ്യം പറയുന്നത്, അന്ന് മറ്റേ പാനപാത്രവാഹൻ അച്ഛനത് കേട്ടായിരുന്നെങ്കിൽ അച്ഛനത് കേൾക്കുകയും കേട്ടിട്ട് ചിലപ്പോൾ രാജാവ് കേൾക്കും, പാനപാത്രവാഹനല്ലേ, കേട്ടിട്ട് എന്നോട് പറയും, എന്റെ മുഖമൊന്നും രാജാവ് കാണത്തില്ല, എന്നെ കേട്ടിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ പുറത്ത് കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും നിന്റെ അവിടെ കപ്പ് കഴുകാനോ, ഈ മറ്റേ പാനപാത്രത്തിന്റെ കപ്പ് കഴുകാനോ, മുന്തിരി പിഴിയാനോ, പാത്രം കഴുകാനോ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയേക്കാൻ പറയും. ഇയാൾ ഭയങ്കര സന്തോഷത്തോടെ വരും. ജോസഫിന് സന്തോഷം, അദ്ദേഹത്തിന് സന്തോഷം, പുറത്ത് കൊണ്ടുവരും. അങ്ങനെ ഞാൻ അന്ന് വന്നിരുന്നെങ്കിൽ പുറത്ത് വന്നിട്ട് ഞാൻ കപ്പൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മറ്റേ അച്ഛനുണ്ടല്ലോ, അച്ഛന്മാരുണ്ടല്ലോ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും, എടാ ജോസഫേ, ഇങ്ങനെ പള്ളയ്ക്ക് ഒരു കുത്ത് കുത്തിയിട്ട് പറയും, എടാ ഓർത്തോണം, നീ ആ കാരാഗ്രഹത്തിൽ ചുമ്മാ കിടന്നവനാ, ഞാനാ നിന്നെ പുറത്ത് കൊണ്ടുവന്നത് കേട്ടോ, ഞാനാ, എന്റെ കയ്യാ പുറത്ത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നീ ഇന്നും ആ ജയിലില് കയ്യും കാലും ചകലയൊക്കെ ഇട്ട് കിടക്കേണ്ടി വരാ, ഞാനാ എന്ന് പറയും. മോനെ ഇത് വേണമായിരുന്നു. അപ്പൊ ജോസഫ് ഇന്റർവ്യൂവിനടുത്ത് ജോസഫ് പറയും, ആ കർത്താവേ, അന്ന് എനിക്ക് മറുപടി തരാതിരുന്നതിനായി നന്ദി, അത് ദൈവം എന്റെ ടൈമായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച ടൈമാ, അന്ന് ഇച്ചിരി സങ്കടവും വേദനയൊക്കെ ഉണ്ടായെങ്കിലും, എന്നെ മറന്നല്ലോ എന്നോർത്ത് സങ്കടവും വേദനയൊക്കെ ഉണ്ടായെങ്കിലും, ഞാനിത് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ അന്തരംഗത്ത് ഇത് ഒരാളോടല്ലാത്തത് കൊണ്ട് അത് ഏറ്റെടുത്തോ കേട്ടോ. ഇത് ഒരാളോട് മാത്രമല്ല, അന്ന് ഓർത്തായിരുന്നെങ്കിൽ, അന്ന് ആ അച്ഛൻ എന്നെ ഓർത്തായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ എത്താൻ പറ്റത്തില്ല. അത് എന്റെ ദൈവമേ, അന്ന് എന്നെ മറന്നു, ആ അച്ഛന് എന്നെ ഓർക്കാതെ മറന്നതിനായി നന്ദി. ഇന്ന് ദൈവം ഓർക്കാനിടയായി. നിന്നെ ചിലര് മറക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടാ, നിന്റെ ടൈം അല്ലാത്തത് കൊണ്ടാ. അത് നിന്റെ ടൈം, അത് ക്രോഡോസ്, അത് നിന്റെ ടൈം, ഇത് ദൈവത്തിന്റെ ടൈം. ഈ ടൈം ഉണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ, നിന്നെ ഇവിടെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിന്നെ ആക്കുന്ന ഈ ടൈം, ഇത് ദൈവത്തിന്റെ ടൈം, ഇത് കൈറോസ്, ഇത് തക്ക സമയം ദൈവത്തിന് ഉയർത്തുന്ന ദൈവത്തിന്റെ ടൈം. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ടൈമാ, മറ്റേത് മനുഷ്യന്റെ ടൈമാ, മറ്റേത് മാനുഷിക ടൈമാ. ഇത് ദൈവത്തിന്റെ ടൈമാ. മറ്റേത് മാനുഷിക ടൈം, ഇത് ദൈവത്തിന്റെ ടൈം. മറ്റേത് മനുഷ്യൻ പറയുന്ന ടൈം, ഇത് ദൈവത്തിന്റെ ടൈം. അതാ വ്യത്യാസം. ഇത് അപ്പം ഈ വചനത്തിനകത്തേക്ക് വരാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത്, ഇത് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്, ബുദ്ധിഹീനരായിട്ടല്ല, ബുദ്ധിയുള്ളവരായിട്ട്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. ഇതൊരു കാലം, ഈ കാലമുണ്ടല്ലോ, ഈ കാലം ദുഷ്കാലമാ. ഈ കാലം ദുഷ്കാലമാന്ന് പറയുമ്പോൾ ഇത് സഭയുടെ കാലഘട്ടമാണ്. എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തില് സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരം, തല ക്രിസ്തുവാകുന്നു. 2-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നത്, സഭ എന്നത് ഒരു ബിൽഡിംഗ് ആയിട്ടിരിക്കുമ്പം ആ ബിൽഡിങ്ങിന്റെ തറക്കല്ല്, മൂലക്കല്ല്, ആണിക്കല്ല്, അത് ക്രിസ്തു ആയിരിക്കുന്നു. ആ കല്ലിന്റെ മേൽ സഭ യുക്തമായിട്ട് ഇങ്ങനെ സഭ പണിയപ്പെട്ടിരിക്കുന്നു. അതാണ്. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് ഈ കാലഘട്ടത്തിലെ സഭാ കാലഘട്ടമാണിത്. അപ്പോ ഈ കാലം എന്ന് പറയുമ്പോണ്ടല്ലോ, സഭാകാലം, ഇത് നമ്മുടെ സഭയുടെ കാലം. സഭ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു മന്ദിരത്തിന്റെ കാലം, ആലയത്തിന്റെ കാലം. ആലയത്തെ വെച്ചിട്ട് സഭയുടെ കാലഘട്ടത്തെ 7 കാലഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഞാനിത് ഇത് മുഴുവൻ അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല, ഇപ്പൊ സമയം തീരാറായല്ലോ. പക്ഷെ ഞാനിത് എത്തിയിട്ട് അതിന്റെ ബാക്കി ഭാഗം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സംസാരിക്കാം കേട്ടോ. അപ്പോ ഈ സഭയുടെ കാലഘട്ടം 7 കാലഘട്ടമാണ്. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആലയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരം. അത് കൊരിന്ത്യർ ലേഖനം പറയുന്നത് 3:5 പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പൊ നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം ഏതാണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അതാണ് ദൈവാലയം എന്ന് പറയുന്നത്. പെട്ടകം, ഞാൻ മുമ്പേ പറഞ്ഞ പെട്ടകം തോളിൽ വഹിക്കുന്ന ആ പുരോഹിതന്മാർ വഹിക്കുന്ന, അത് ദൈവത്തിന്റെ ശെഖേന, അതാണ് ദൈവത്തിന്റെ ആലയം. സമാഗമന കൂടാരത്തിന് പെട്ടകം അതാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ നമ്മൾ പോകുന്നിടത്ത് ഈ ആലയം കൊണ്ടാണ് പോകുന്നത്. ഈ ദേവാലയം എന്ന് പറഞ്ഞാൽ ഇതിന് 7 ആലയങ്ങളുണ്ട്.
പുസ്തകത്തിനകത്ത് മൊത്തം നോക്കിയാൽ ദൈവം എവിടെയുണ്ടോ അതാണ് ദൈവാലയം എന്ന് പറയുന്നത്. ദേവാലയം എന്ന് പറയുന്നത് ദൈവം എവിടെയുണ്ടോ അതാണ് ദൈവം വസിക്കുന്ന ഈ ആലയം. ആദ്യത്തെ ആലയം, ഒന്നാമത്തെ ആലയം കാണുന്നത്, ഇത് ഞാൻ പറഞ്ഞ് വിവരിക്കുന്നില്ല, പക്ഷെ പിന്നെ ഒരു അവസരത്തിൽ ഞാൻ അതിന്റെ ബാക്കി ഭാഗം വിവരിക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തില് ഈ ഒന്ന് വെയിലാറുന്ന സമയത്ത് ആദാമും ഹവയും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരെ പിടിച്ച് നടക്കുന്ന പോലെ ദൈവം ഇങ്ങനെ നടുക്കൂടെ വന്ന് ഇവരോട് കൂടെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. നിഷ്കന്മഷ യുഗം, നിഷ്പാപയുഗം, പാവമില്ലാത്ത യുഗമുണ്ടായിരുന്നു. അതായിരുന്നു ദൈവ സാന്നിധ്യത്തെ കൂടെ നടന്ന, അതായിരുന്നു ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത്. ഈ ആലയത്തിലേക്ക് മടങ്ങി വരും. നമ്മുടെ നിത്യതയിലെത്തുമ്പോൾ ഇതുപോലെ ദൈവത്തോട് കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന, നീതി സൂര്യനാകുന്ന യേശു കർത്താവിന്റെ മാത്രം പ്രകാശമുള്ള ഈ സമയത്തേക്ക് നമ്മൾ മടങ്ങി വരും. ഇതാണ് ഫൈനൽ എത്തിച്ചേരേണ്ടത്. ഇതായിരുന്നു ഈ ഏദൻ തോട്ടത്തിലേതായിരുന്നു ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത്. ആദ്യത്തെ ആലയം അതാ. ഏദൻ തോട്ടത്തില് ആദാമിനോട് ഹവ്വയോടും കൂടെ നടന്നത് ഒന്നാമത്തെ ആലയം. പാപം ചെയ്തപ്പം ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ദൈവ കൂടെ വസിക്കുന്ന ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കലാണ്. ഈ കൂടെ വസിക്കുന്ന ഈ അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് അവസ്ഥ നഷ്ടപ്പെട്ട് രണ്ടാമത്തെ ആലയം അങ്ങനെ പുറത്തു വന്നു. ആദാമും ഹവ്വയും പുറത്തു വന്നു. ഏദൻ തോട്ടത്തിന് പുറത്തായി. രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത് എപ്പോഴും വരുന്നതല്ല, മറിച്ച് യാഗം കഴിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പറയാം, യാഗം കഴിച്ച് നിയമം ചെയ്ത ശുദ്ധന്മാർ. യാഗം കഴിക്കുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥ വെച്ചു. യാഗപീഠം എല്ലാം ദൈവം പ്രസാദിക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഇറങ്ങി വരത്തില്ല, സാന്നിധ്യം ഇറങ്ങി വരും. തെളിവ് ഈ യാഗമൃഗത്തെയും യാഗത്തെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീ ദഹിപ്പിക്കും. അതാണ് കയ്യനും ഹാബേലും കഴിച്ച യാഗം. അതായത് ദൈവം പ്രസാദിച്ച യാഗം. പിന്നീട് അങ്ങോട്ട് അബ്രഹാം യാഗപീഠത്തിൽ ഇറങ്ങി വന്നു. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ യാഗപീഠത്തിൽ ദൈവം ഇറങ്ങി വന്നു. പിന്നെ അങ്ങോട്ട് കാണാം യാക്കോബ് യാഗപീഠം പണിതു. ഇങ്ങനെ യാഗം പീഠത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യാഗവസ്തുവിന്മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇത് രണ്ടാമത്തെ ദൈവ സാന്നിധ്യം, ദൈവാലയം എന്ന് പറയാം. ദൈവം വസിക്കുന്ന ആലയമായിരുന്നു. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിനകത്ത് ദൈവ സാന്നിധ്യം. ഏഴെണ്ണം ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യാഗപീഠത്തിനകത്ത് ഇറങ്ങി വരുന്ന ഇതായിരുന്നു ആലയം. മൂന്നാമത്തെ ആലയം എന്ന് പറയുന്നത് മോശയോട് ദൈവം കൽപ്പിച്ചു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ഒരാലയം ഉണ്ടാക്കുകയും. അങ്ങനെ ദൈവം വന്നുപോയി നിൽക്കുന്ന സാന്നിധ്യമല്ല, സ്ഥിരമായിട്ട് വസിക്കാൻ ഒരാലയം. അങ്ങനെ ഉണ്ടാക്കിയ ആലയമാണ് സമാഗമന കൂടാരം. ടാബർനാക്കിൾ എന്നാ പറയുന്നത്. ടാബർനാക്കിൾ, സമാഗമന കൂടാരം. മൂന്നാമത്തേത് ടാബർനാക്കിൾ. അപ്പൊ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പം ദൈവം ഇങ്ങോട്ട് വരും, മനുഷ്യൻ അങ്ങോട്ട് ചെല്ലും. ഇങ്ങനെയാണ്. അപ്പൊ ഇവര് പാളയം ഇറങ്ങുന്നതിന്റെ ഒത്ത നടുക്കായിട്ട് സമാഗമന കൂടാരം തകശുദൂര് കൊണ്ടുണ്ടാക്കി, അകമെല്ലാം പൊന്നുകൊണ്ട് പൊതിഞ്ഞ്, അങ്ങനെ അതിനകത്ത് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇതിന് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നതിന് മുകളിൽ 2 കെരൂബുകള് മുഖത്തോട് മുഖം നോക്കി ചിറക് വിരിച്ചിങ്ങനെ ഇരിക്കും. ഈ ചിറക് വിരിച്ചിരിക്കുന്ന ഈ മേളിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് കൃപാസനം എന്ന് പറയുന്നത്. ആ കൃപാസനത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഇറങ്ങി നിൽക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ കംപ്ലീറ്റ്നെസ് അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രോബ്ലം ഇതാണ്, ഈ ഷെക്കേന ഉള്ള സ്ഥലത്ത് എല്ലാവർക്കും ചെല്ലാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ചെല്ലാൻ പറ്റത്തില്ല. ചെല്ലുന്ന എപ്പോഴാണ് ചെല്ലാൻ പറ്റുന്നതെന്ന് അറിയാമോ? ചെല്ലുന്നത് എപ്പോഴുമല്ല, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം. അത് ചെല്ലുമ്പോഴോ തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരാർത്ഥം ഒരു കയ്യിൽ മൃഗത്തിന്റെ രക്തവും, യാഗം കഴിച്ച മൃഗത്തിന്റെ രക്തവും, മറ്റേ കയ്യിൽ ധൂപം അർപ്പിക്കുന്ന ധൂപപീഠവുമായിട്ട് ഇങ്ങനെയാ ചെല്ലുന്നത്. ഇങ്ങനെ ചെന്നിട്ട് ആ ഷെക്കേനയുടെ അടുത്ത് ഇങ്ങനെ കേൾക്കും, ദൈവത്തിന് പറയാനുള്ള അരുളപ്പാട് കേൾക്കും. അത് വിശുദ്ധിയോടെയാണ് നിൽക്കുന്നത്. വേറൊരു പ്രശ്നമുണ്ട്, അദ്ദേഹം ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ അതുകൊണ്ടാ ആ കുപ്പായം തിരശ്ശീലേക്ക് മാറിയതുകൊണ്ട് ഈ കുപ്പായത്തിന്റെ അടിയിൽ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, പിന്നെ ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം ഇങ്ങനെ തൂക്കിയിരിക്കും. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ. ഈ പുരോഹിതൻ നടന്നു പോകുമ്പം കിണി 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 എന്നിങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അകത്തു പോകുമ്പോൾ പ്രാകാരത്തിൽ ഇങ്ങനെ ആളുകൾ, പൊതുജനം നോക്കിയിരിക്കും. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ നോക്കിയിരിക്കും. ഇദ്ദേഹത്തിന്റെ അരക്കെട്ടുണ്ട്. അരക്കെട്ടിൽ നിന്ന് അതിന്റെ കയർ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കും.
എന്നിട്ട് ഇങ്ങനെ അകത്തു കയറി ഇദ്ദേഹം ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്നറിയുന്നത് ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ടാണ്. ഈ കിണികിണി മണിയടിക്കുന്ന മാതളപ്പഴവും പൊന്മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹം മരിച്ചിട്ടില്ലെന്നറിയുന്നത്. ഇദ്ദേഹം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മരിച്ചു വീഴും. പുറത്തു നിൽക്കുന്ന ഈ ആളുകള് ഈ പുറത്തേക്കിട്ടിരിക്കുന്ന കയറെ നടുക്കട്ടെ പിടിച്ച് വലിച്ചെടുക്കും. അത് പുരോഹിതനല്ല, പുരോഹിതന്റെ ശവമായിരിക്കും. പുരോഹിതൻ പാപം ചെയ്തവനാണെന്ന അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മൃഗം പോലും പർവ്വതത്തെ തുടരുന്ന കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. അതുകൊണ്ടാണ് ഉസ എന്ന് പറയുന്ന ഒരു പെട്ടകം എടുത്തുകൊണ്ട് വരാൻ ദാവീദ് അയച്ചതാ. പെട്ടകം വീഴാതെ ഇവ ചാടിപ്പോയി, പെട്ടകം വീഴാതെ പിടിച്ചതാ. പിടിച്ച സ്ഥലത്ത് ഇയാൾ മരിച്ചുപോയി, ഉസ മരിച്ചുപോയി. അത് ദാവീദിന് വലിയ വേദനയായിപ്പോയി. അതാ ദൈവത്തിന് ഭയങ്കര വ്യവസ്ഥിതിയായിട്ട് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു പരിപൂർണത അല്ലാത്തത് കൊണ്ട് അതങ്ങനെ ആ തിരശ്ശീല പരിപൂർണതയല്ല. എന്നിട്ടും ദാവീദിന്റെ കാലത്ത് ആലയം പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ആലയം 3 ഞാൻ പറഞ്ഞു. 4ാമത്തെ ആലയം ദാവീദിനോട് പറഞ്ഞു, നീ പണിയണ്ട, ശലോമോൻ പണിതോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു ദിവസിയോട് പറഞ്ഞതുപോലെ, ആലയം പണിത് ശലോമോന, പേരറിയപ്പെടുന്നത് ദാവീദ. അപ്പൊ ഹൃദയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാലുണ്ടല്ലോ, കർത്താവ് എനിക്ക് ഇന്നത് ചെയ്യണം, പക്ഷെ എനിക്ക് മനസ്സോടി എത്തുന്നില്ല, എന്റെ ഹൃദയം ഓടി, എന്റെ മനസ്സോടി എത്തുന്നു, പക്ഷെ ശരീരം ഓടി എത്തുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നീ അത് ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോൾ ദൈവം അത് കണക്കിട്ടു. നീ ചെയ്തതായിട്ട് കണക്കിട്ടു. ആ ദൈവത്തിന്റെ പദ്ധതി. നീ ചെയ്തു, അത് നിന്റെ പേരിൽ എഴുതി വെക്കും സ്വർഗം. അതുകൊണ്ട് ഇന്നും പറയും ദാവീദിന്റെ കൂടാരം. ദാവീദ് ആലയം പണിതിട്ടില്ല. നമ്മളൊക്കെ ദാവീദിന്റെ കൂടാരം, വീണുപോയ ദാവീദിന്റെ കൂടാരം ഈ കാലഘട്ടത്തിൽ പണിയും. പോട്ടെ, അത് കേട്ടെ. ശലോമോൻ പണിതാണ് 4ാമത്തെ ആലയം എന്ന് പറയുന്നത്. ഭൂമിയിൽ ആദ്യമായിട്ട് പെർമനന്റ് ആയിട്ട്, മറ്റേതിങ്ങനെ ചലിക്കുന്ന കൂടെ പോകുന്ന കൂടാരമായിരുന്നു സമാഗമന കൂടാരം. എന്നാൽ ഇവിടെ നിൽക്കുന്ന ഒരു കൂടാരം, പെർമനന്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാരം, ഒരു ആരാധനാലയം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ശലോമോനാണ്. പക്ഷെ ആ ശലോമോൻ പണിതിട്ട് പറയുന്നത്, ദൈവമേ, അങ്ങ് സ്വർഗത്തിലും സ്വർഗത്തിലും വസിക്കുന്നില്ല, പിന്നെ ഞാൻ കൈപ്പണിയായിട്ടുണ്ടാക്കി ഈ ക്ഷേത്രത്തിൽ വസിക്കുന്നില്ല എന്നെനിക്കറിയാം. എങ്കിലും ആ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. സാന്നിധ്യം ആലയത്തിനകത്ത് ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് 4ാമത്തെ ആലയം. ഈ ആലയം, ശലോമോന്റെ കാലത്തുണ്ടാക്കിയ ആലയം, നെബൂഖദ്നേസർ അത് നശിപ്പിച്ചു കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. നെബൂഖദ്നേസർ ആലയം അത് കല്ലിമേക്കൽ ശേഷിക്കാതെ ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ ആലയം അത് മുഴുവൻ നശിച്ചിരുന്നിട്ടാണ് പിന്നെ നമ്മൾ വായിക്കുന്നത് സെക്കരിയാവിന്റെ നേതൃത്വത്തില്, യോശുവയുടെ നേതൃത്വത്തില്, യസ്ര അതുപോലെ നെഹമ്യാവിന്റെ നേതൃത്വത്തില് മതില് പണിയുകയും, സെക്കരിയാവിന്റെ നേതൃത്വത്തില് ഈ ആലയം സെരുബാബേലെ സെക്കരിയാവ് തുടങ്ങിയെടുത്ത്, സെരുബാബേലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തിന് കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും. അങ്ങനെ ആലയം പണിയാനായിട്ട്, അങ്ങനെ 5ാമത്തെ ആലയം, 4ാമത്തെ ആലയം ശലോമോന്റെ 5ാമത്തെ ആലയം എവിടെ ഇരുന്നോ അതേ സ്ഥലത്ത് വീണ്ടും പണിയപ്പെട്ടതാണ് 5ാമത്തെ ആലയം. ഇതാണ് 5ാമത്തെ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4. 1ാമത്തെ ആലയം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തില്, 2ാമത്തെ ആലയം എന്ന് പറയുന്ന യാഗപീഠം, 3ാമത്തെ ആലയം സമാഗമന കൂടാരം, 4ാമത്തേത് ശലോമോന്റെ ദേവാലയം, 5ാമത്തേത് സെക്കരിയാവിന്റെ നേതൃത്വത്തിൽ കോരശ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിനാൽ, സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിനാൽ അദ്ദേഹത്തിന്റെ സഹായത്തോടെ പണിയപ്പെട്ടതാണ് 5ാമത്തെ ദേവാലയം. യേശു കർത്താവ് വരുമ്പം ഈ ആലയം ഒന്നുകൂടെ പുതുക്കിപ്പണിത്, അന്നത്തെ ഹെരോദാവിനാലൊക്കെ ഒന്നുകൂടെ പുതുക്കിപ്പണിത ആലയമാണ് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ AD 100 തിത്തോസ് കൈസർ വന്ന് ഈ ആലയം കല്ലിന്മേൽ ശേഷിക്കാതെ, കർത്താവ് പറഞ്ഞ പോലെ കല്ലിന്മേൽ ശേഷിക്കാതെ ആലയം തകർത്തു കളഞ്ഞു, ആലയം ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത്യുതളിർക്കും വേനലെടുക്കും. അത് കഴിഞ്ഞിട്ട് ആലയം പണിയുന്നൊരു ദിവസമുണ്ട്. ഈ ആലയം വീണ്ടും പണിയും. അപ്പൊ ഇപ്പം ലോകത്തിൽ നടക്കുന്ന ഭയങ്കര സംഭവം നമുക്കറിയാം. ഇന്ന് ഗാസ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുമ്പോഴും ഗാസ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ആലയം ഇരിക്കുന്ന സ്ഥലം പാലസ്തീന്റെ കയ്യിലാണ്. ഇപ്പൊ അവിടെ ഓമർ ഖലീഫ എന്ന് പറയുന്ന ഒരു ആലയം ഇതിങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഇത് അവിടെ നിൽക്കുക. ഇപ്പൊ യഹൂദൻ ആലയം പണിയണം. ശലോമോൻ പണിത ആലയം ഇരുന്ന അതേ സ്ഥലത്ത് യഹൂദൻ ആലയം പണിയണം. ചുറ്റുമുള്ള സ്ഥലം അവർക്ക്, ഈ ആലയത്തിന് ചുറ്റുമുള്ള സ്ഥലം പഴയതുപോലെ തന്നെ അവർക്ക് വേണം. ഈ യുദ്ധം ആരൊക്കെ മാറ്റിവെച്ചാലും എങ്ങനെയൊക്കെ മാറ്റിവെച്ചാലും സമയത്ത് ഇത് നടക്കുക തന്നെ ചെയ്യും, ആലയം പണിയുകയും ചെയ്യും. ഞാൻ പണ്ട് യഹൂദനായ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് അയാൾ പറഞ്ഞു, ഇവർ ഈ ശലോമോന്റെ ആലയം പണിയാനുള്ള എല്ലാ ഉരുപ്പടികളും ഒരുക്കി വെച്ചിട്ട് ആലയം പണിയാൻ ക്രമീകരിച്ചു വെച്ചിരിക്കുക. അവർക്ക് സ്ഥലവും സൗകര്യവും കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസം മതി ആലയം
ആലയം പണിയാണ്. 3 ദിവസം കൊണ്ട് അവർ ആലയം പണിത് കഴിയും. 3 ദിവസം കൊണ്ട് ഈ ആലയം ഉണ്ടല്ലോ, പഴയ വീട് പോയ ദാവീദിന്റെ കൂടാരം, അവര് പറഞ്ഞ ശലോമോന്റെ ആലയത്തിന്റെ പ്രകാരമുള്ള അതേ ആലയം വീണ്ടും പണിയാൻ തയ്യാറായിരിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുക. ഇന്നും അവർ വിലാപം അതിൽ പോയി തലയടിച്ചു കരയും, തല ഇങ്ങനെ ഇടിച്ചു കരയും. നമ്മൾ കേട്ടിട്ടില്ലേ, പത്രത്തിലൊക്കെ വായിക്കത്തില്ലേ, അവരുടെ ആലയം പണിയാൻ വേണ്ടി. ആലയം വേഗത്തിൽ തന്നെ ഒരു പണി, ആലയം പണി. അപ്പൊ ഇത് 6ാമത്തെ, അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 5ാമത്തെ ആലയം കഴിഞ്ഞു. ഇത് ആ ആലയം 7ാമത്തെ ആലയം, ഇത് ഫൈനലായിരിക്കും. അത് ലാസ്റ്റ് ആലയമാണ്, അവസാനത്തെ ആലയമാണ്. അത് 7ാമത്തെ ആലയമാണ്, അത് 7ാമത്തെ. അപ്പൊ 6ാമത്തെ ആലയം കഴിഞ്ഞു, ഇനി 5ാമത്തെ ആലയം കഴിഞ്ഞു, ഇനി 7ാമത്തെ ആലയം അവിടെ പണിയാൻ പോകുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ആലയമുണ്ട്. അപ്പൊ എന്താ ഇന്ന് വേണേ അവർക്ക് പണിയാം, ഇന്ന് വേണേ യഹൂദന് പണിയാം, ട്രംപിന്റെ നല്ല സപ്പോർട്ടുണ്ട്, ഇന്ന് പണിയാം. എന്താ പണിയാതിരിക്കുന്നതെന്ന് അറിയാമോ? പണിയാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിനിടയ്ക്കൊരു ആലയമുണ്ട്. ഇതിനിടയ്ക്ക് 6ാമത്തെ ആലയം. നിങ്ങൾ, അതായത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരണപ്പെട്ടപ്പോൾ ദേവാലയത്തിന്റെ തിരശീല മേൽത്തൊട്ട് അടിയോളം ചീന്തിപ്പോയിട്ട് വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇപ്പൊ കൃപാസനത്തിന് അടുത്തോട്ട് ചെല്ലണമെങ്കിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനല്ല ചെല്ലുന്നത്, തന്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും ഈ ഗ്രേസ് ഫെലോഷിപ്പിനകത്തിരിക്കുന്ന മുഴുവൻ പേരും ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ആർക്കും അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തക്ക സമയത്ത് സഹായത്തിൽ വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തോട്ട് സമയഭേദം കൂടാതെ ബോൾഡ്ലി ആൻഡ് കറേജ്ലി കം ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്, എപ്പോ വേണമെങ്കിലും ഈ കൃപാസനത്തിനടുത്തേക്ക് വരാം. ആരാന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഇവിടെ ഒരു ആലയം സ്ഥാപിക്കപ്പെട്ടു. അതാ ഈ പുസ്തകം പറഞ്ഞിരിക്കുന്ന, ഈ എഫെസ്യ ലേഖനം 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറയുന്ന ഈ ആലയം. അതാ ഈ ദുഷ്കാലത്തിൽ ഒരു ആലയം ദൈവം പണിതിട്ടുണ്ട്. ഈ ആലയത്തിന്റെ പേര് ഗ്രേസ് ഫെലോഷിപ്പ് എന്ന, ഈ ആലയത്തിന്റെ പേഴ്സണൽ, ഈ ആലയത്തിന്റെ വ്യക്തിപരമായ പേര് ബീരാജി എന്ന, ഈ ആലയത്തിന്റെ പേര് അജയ് ദീവാസ് എന്ന, ഈ ആലയത്തിന്റെ പേര് ബദേലച്ചാൻ എന്ന, ഈ ആലയത്തിന്റെ പേര് ഷേലിയാജി എന്ന. ഇത് ഓരോ ആലയമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയും. ഇത് 6ാമത്തെ ആലയമാണ്. 6ാമത്തെ ആലയമായി ഇപ്പൊ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന 6ാമത്തെ ആലയമാണ്. അപ്പൊ ഈ ആലയം പണിത 7ാമത്തെ ആലയമായി യഹൂദൻ പണിയാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്താ പിന്നെ യഹൂദനെ പണിയാൻ താമസം? ഗാസ പിടിച്ചടക്കി, പിന്നെ അത് വിട്ടുകൊടുത്തു. ഇന്ന് കേൾക്കൂ, ഗാസ പിടിച്ചു, ഗോലാകുന്നുകൾ പിടിച്ചെടുത്തു, പിന്നെ വിട്ടുകൊടുത്തു. എന്താ ഇത് കേൾക്കുന്നതെന്ന് അറിയാമോ? ഒരൊറ്റ വസ്തുതയുള്ളൂ, ദൈവാസി ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ഒരാലയമേ ഒരു സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളൂ. നീ എന്ന് പറയുന്ന ഈ ആലയം ഭൂമിയിലുള്ളപ്പോ യഹൂദൻ ആലയം പണിയത്തില്ല. പക്ഷേ ഇന്ന് നിമിഷത്തെ കർത്താവ് വന്നാൽ, ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസം 21-ാം തീയതി, ഇന്നത്തെ ദിവസം കർത്താവ് വന്നാൽ, നാളെ യഹൂദൻ ആലയം പണിയും. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. മറിച്ച് ചിലർ കൂടി രക്ഷിക്കപ്പെടണമെന്ന് വിചാരിച്ച് ചില ദൗത്യം കൂടെ പ്രിയരെ നമുക്കുണ്ട്. ഈ ഗ്രേസ് ഫെലോഷിപ്പിന് ഒരു ദൗത്യമുണ്ട്. ദൈവാസി നമുക്കൊരു ദൗത്യമുണ്ട്. ദൈവാസിനെ നിനക്കൊരു ദൗത്യമുണ്ട്. ചിലരെ കൂടെ മാനസാന്തരപ്പെടുത്തണം, ചിലർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നശിച്ചു പോകുന്ന ചിലരെ കൂടി ദൈവ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കണം. ഇത് നമ്മുടെ ദൗത്യമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വം, ഇത് നമ്മുടെ ദൗത്യമാണ്. ആകയാൽ ഇത് ദുഷ്കാലമാകയാൽ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ട് ബുദ്ധിയുള്ളവരായിട്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, ലൈംഗിക വൈകൃതങ്ങൾ സംഭവിക്കുന്നു. ലോട്ടറി വിൽപ്പനക്കാരിയെ അതേ മാംസം അറുത്ത് അവരെ കരിച്ചു ഭക്ഷിക്കുന്നു. മാംസഭോജികളായിട്ട് ഈ ലോകത്തിലെ നമ്മുടെ പറയുന്നത് ആഫ്രിക്കയിലുള്ള നരഭോജികളല്ല, കൊച്ചു കേരളത്തിൽ ഇരന്തൂരി നടന്ന സംഭവം. നരഭോജികളായിട്ട് മാറുന്നു. പ്രേമം കാണിച്ച്, സ്നേഹം കാണിച്ച് കഷായൻ രേഷ്മ ഷാരോനെ കൊന്നുകളയുന്നു, നശിക്കുന്നു. മനുഷ്യൻ വമ്പ് പറയുന്നു, അപ്പൻ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ കാലം വല്ലാത്ത കാലമാ. കർത്താവ് ചോദിച്ചു, ശിശുമാർ ചോദിച്ചു, ഞാൻ അവസാനിപ്പിക്കാം. ശിശുമാർ ചോദിച്ചു, കർത്താവെ, ഈ കാലഘട്ടത്തിന്റെ അവസാനം, ലോകാവസാനത്തിന്റെ ലക്ഷ്യം എന്താ? അത്തി തളർത്തു. വേലെടുത്തു, നിങ്ങൾ അറിയുന്നില്ലേ? യഹൂദനാകും നീ അത്തി തളർത്തു. അത് തളർത്തു പൂത്ത് നിൽക്കുക, അതിന്റെ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാ. ഇനി ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും വിവരിപ്പാൻ പറ്റാത്തൊരു കാലഘട്ടം പോലെ ദുഷ്കാലമാകുന്നൊരു കാലഘട്ടം വരും. ദുഷ്കാലമാകുന്ന നിൽക്കരുതാത്ത മ്ലേച്ഛതകൾ നമ്മൾ കാണും. ആ സമയം, അതേ ആ കാലവും സമയവും കുറിച്ചോ, അതേ കാലവും സമയം കള്ളൻ വരുന്നത് പോലെ കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുക. വലിയ ദൗത്യം നമുക്കുണ്ട് പ്രിയരെ, വലിയ ദൗത്യമുണ്ട്. ഇത് ദുഷ്കാലമാകിയാൽ സഭയ്ക്കൊരു ദൗത്യമുണ്ട്. ലോകം ദുഷ്കാലമാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, എനിക്കൊരു വലിയ ദൗത്യമുണ്ട്. ദുഷ്കാലമാകിയാൽ സമയം
തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുകയും. ഈ കാലഘട്ടത്തിൽ ഗ്രേസിനൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയരെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവിടെ എഴുതിയിരിക്കുന്നതൊക്കെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസിക്കും ഗ്രൂപ്പിനും പ്രത്യേകമായി നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.